Good evening, everybody. Can you please turn on your cameras? ഇന്ന് ആരും പറയാതെ ക്യാമറ ഓൺ ആക്കിയില്ലല്ലോ. നിഹാലിനെ എനിക്ക് ഇടയ്ക്ക് കാണായിരുന്നു. ഹായ് അമ്മയ, ഗുഡ് ഈവനിങ്. നീരജ, അലങ്കൃത, നിഹാൽ. യെസ്, ജോയന, ഹായ്. അലങ്കൃത എവിടെ പോവുക അല്ലേ? കാറില്ലാ തോന്നുന്നുണ്ടല്ലേ? തിരിച്ച് വീട്ടിലേക്ക് പോവാണോ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. Okay, what about others? Nandakishore, Dhwani, Janalen, can you please turn on your cameras? എല്ലാരും ക്യാമറാസ് ഓൺ ആക്കിക്കേ. യെസ്. ഹായ്. വീക്കെൻഡ് സാറ്റർഡേ പ്ലാൻസ് എന്തായിരുന്നു? പുറത്തൊക്കെ പോയോ അതോ? യെസ്, ധ്വനീനെ കാണാം. നിഹാൽ, ആദിനാഥ്, കുറച്ചു പേര് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇന്ന് വർക്ക്ഔട്ട് സെഷൻ ആയതുകൊണ്ടാണോ? ഓക്കെ. യെസ്, ഇപ്പൊ എനിക്ക് എല്ലാരും കാണാം. ഓക്കെ, എന്നായിരുന്നു സാറ്റർഡേ പ്ലാൻസ്? എല്ലാരും പുറത്തൊക്കെ പോയോ? ഗുഡ് ഈവനിങ്. പുറത്തു പോയോ അതോ വീട്ടിൽ തന്നെ ആയിരുന്നോ? മാം സ്കൂൾ ഉണ്ടായിരുന്നു. സ്കൂൾ ഉണ്ടായിരുന്നു ഇന്ന്? Yes, സാറ്റർഡേ ആണോ? ആ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂൾ ഉണ്ടായിരുന്നു ഇന്ന്? ഞങ്ങൾക്ക് ഇന്ന് സ്കൂളുണ്ട്, പക്ഷെ ഇന്ന് അവിടെ എക്സാം ആയതുകൊണ്ട് ഇന്ന് സ്കൂളില്ല. ഞങ്ങൾക്ക് ഇന്ന് ലീവ് ആയിരുന്നോ? എക്സാം ആയതുകൊണ്ട് ലീവാണ്. ആണോ? എക്സാം ആയതുകൊണ്ട്. ഓക്കെ. ബാക്കിയുള്ളവരോ? ഈവനിങ് വരെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ, മാത്സ് ഈവനിങ്. എല്ലാം വേറെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. യോഗന്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് മ്യൂസിക് ഡേ യോഗ ഡേ ആയതുകൊണ്ട് ഒന്നും പഠിപ്പിച്ചില്ല. ഒന്നും പഠിപ്പിച്ചില്ല. ഓക്കെ ഓക്കെ, പ്രോഗ്രാം ഗുഡ്. ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നല്ല ദിവസമായിരുന്നല്ലോ, ഒന്നും പഠിപ്പിച്ചില്ലല്ലോ, ഫ്രീ പീരീഡ് ആയിരുന്നല്ലോ. നന്നായി. വെറുതെ ബുക്കൊക്കെ കൊണ്ടുപോയി പോയി അല്ലേ? Yes, എനിക്ക് yes. സ്കൂളിലെ ഏറ്റവും ഇഷ്ടമുള്ള ടൈം അതെ. നമ്മുടെ ആനുവൽ ഫംഗ്ഷൻ ഒക്കെ വരില്ലേ, സ്പോർട്സ് ഡേ ഒക്കെ വരില്ലേ, ആ ടൈം ഏറ്റവും ബെസ്റ്റ്. ബുക്ക് പോലും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അല്ലേ? എല്ലാ ടൈമും മിസ് പ്രാക്ടീസ് ഉണ്ട്, പൊക്കോട്ടെ മിസ് പ്രാക്ടീസിനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇറങ്ങി പോവാ. അടിപൊളിയല്ലേ? നല്ല ടൈം അല്ലേ? അത് ഏറ്റവും ബെസ്റ്റ് അല്ലേ? ഓക്കെ, ഇവിടെ എത്ര പേര് സ്പോർട്സിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്? കുറെ പേര് ഇപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ട്. സ്പോർട്സിലുള്ള ആൾക്കാർ ആരൊക്കെയാ? നിഹാൽ, ഏതാടാ? ഏത് സ്പോർട്ടാ? ഫുട്ബോൾ? ഫുട്ബോൾ. ഫുട്ബോൾ ആണോ? ഓക്കെ, ഞാൻ ഫുട്ബോൾ. ബാസ്കറ്റ്ബോൾ. ബാസ്കറ്റ്ബോൾ, ഗുഡ്. ബാക്കിയുള്ളവരോ? എന്തെങ്കിലും സ്പോർട്ട്? അതിനകത്ത് പറഞ്ഞോടാ, ഏത് സ്പോർട്ടാ? ഫുട്ബോൾ. ഏതാടാ? ഫുട്ബോൾ. ഫുട്ബോൾ. യെസ്. ഓക്കെ, ഗുഡ്. അമ്മയെ ഏത് സ്പോർട്സിലാ? ഡാൻസിലും ആ, പിന്നെ ഞാൻ കരാട്ടയിലും. കരാട്ടെ. ഓഹോ, കൊള്ളാലോ. കരാട്ടെ കൊള്ളാട്ടോ, നല്ല കാര്യമാ. നിങ്ങൾ ഈ സ്പോർട്സ് ഒക്കെ കളിക്കുന്നവര് ഓക്കെ, നോ ഇഷ്യൂസ് നന്ദകിഷോർ, കുഴപ്പമില്ലടാ. ഇഫ് ദേർസ് എ മൈക്ക് ഇഷ്യൂ ഐ ഗെസ്. നേരത്തെ നീ പറയുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞപ്പോ എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. ഓക്കെ. എന്താ ആരായിരുന്നത്? ആടാ ആടാ, ഓക്കെ ഓക്കെ. നിഹാൽ ഇസ് ദേർ. പിന്നെ അമയ കരാട്ടെ. കരാട്ടെ ഒക്കെ പഠിക്കുന്ന ആരെങ്കിലും, വേറെ ആരെങ്കിലും ഉണ്ടോ? ടൈക്കോണ്ടോ, അടിപൊളി. മാം ഞാൻ പഠിച്ചിരുന്നു, ആ, പിന്നെ കരാട്ടെ, അലങ്കൃതയും കരാട്ടെ, ധ്വനിയും പഠിക്കട്ടോ, നല്ല സംഭവങ്ങളാ. ഞാൻ ഇനി ആ ടൈക്കോണ്ടോ പഠിക്കാൻ പോവാണ്. പോവാണോ? എന്താ നല്ല കാര്യം. ഉണ്ട് സ്കൂളിൽ. ആണോ? ആ. ഓക്കെ ഓക്കെ, ഗുഡ്. സ്പോർട്സ് ഒക്കെ കളിക്കുന്നവര് മേക്ക് ഷുവർ നിങ്ങൾ അത് ത്രൂ ഔട്ട് ദ ടൈം അത് മെയിൻറ്റെയിൻ ചെയ്തു പോവാ. ഓക്കെ, ഇതിങ്ങനെ സ്കൂളിലത്തെ പണി വന്നോണ്ട് അല്ലെങ്കിൽ സ്കൂളിലെ സ്റ്റഡീസ് കാരണം ഒന്നും ഒരിക്കലും സ്പോർട്സ് കളിക്കുന്നത് നിർത്തരുത്. ഓക്കെ. ഹായ്. ഓ, സഞ്ജയ് കേറി. ഓക്കെ, ഹായ്. ഓക്കെ, മേക്ക് ഷുവർ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. ബട്ട് സ്റ്റിൽ നിങ്ങൾ എപ്പോഴും അങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് ഫുൾ ടൈം പഠിക്കൽ അങ്ങനെ ആവരുത്. ഓക്കെ, കളിക്കുകയൊക്കെ ചെയ്യുക. ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത്, റൈറ്റ്? നിങ്ങൾക്ക് കളിച്ച് വരുമ്പം അല്ലെങ്കിൽ ടൈക്കോണ്ടോ കറാട്ടെ അങ്ങനത്തെ ഒക്കെ ചെയ്ത് വരുമ്പം ഒരു റിലീഫ് കിട്ടില്ലേ? നമുക്കൊരു ഒരു പ്രത്യേക ഒരു റിലീഫ് കിട്ടില്ലേ? ഐ ഫീൽ ലൈക്ക് ദാറ്റ്. ഇപ്പം ഞാൻ സ്പോർട്സിലുള്ള ആളൊന്നും അല്ല, എനിക്ക് സ്പോർട്സ് ഞാൻ സ്പോർട്സ് ആൻഡ് ആർട്സിൽ പിന്നിലായിരുന്നു. സോ ബേസിക്കലി ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, മേക്ക് ഷുവർ ഇഫ് യു ആർ ദയർ ഇൻ സ്പോർട്സ് ആൻഡ് ഓൾ. സ്പോർട്സ് ഒക്കെ ഭയങ്കര
അതായത് നല്ല സംഭവങ്ങളാണ്. നിങ്ങൾ അതൊന്നും ഒരിക്കലും ഡിസ്കണ്ടിന്യൂ ചെയ്യരുത്. ഓക്കെ, കരാട്ടെ പഠിക്കുന്നവരൊക്കെ കരാട്ടെ പഠിക്കുക. ഗുഡ്, വെരി ഗുഡ് തിങ്. ഓക്കെ, ഗുഡ്. ഓക്കെ, ബാക്കിയുള്ളവരോ? നന്ദകിഷോർ, നിഹാൽ, പ്ലീസ് മേക്ക് ഷുവർ ദ ക്യാമറസ് ആർ ഓൺ. പാർത്ഥിവിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോടാ ഇതുവരെ. എനിക്ക് മുഖം ഓർമ്മയില്ല. നന്ദകിഷോറിനെ ഇപ്പൊ എനിക്ക് കാണാം. എനിക്ക് ഓർമ്മയുണ്ട് നന്ദകിഷോറിനെ. ഡേ 1 ഉണ്ടായിരുന്നു. ലോഹിത് കയറി. യെസ്. ഓക്കെ, യെസ്. ഹായ്, ഗുഡ് ഈവനിങ്. ഓക്കെ, എല്ലാരും ചായ ഒക്കെ കുടിച്ചു ഉഷാറല്ലേ? തുടങ്ങാലോ, നമുക്ക് ഇന്നത്തെ വർക്ക്ഔട്ട് സെഷൻ തുടങ്ങാമല്ലോ. ഉഷാറല്ലേ? ഓക്കെ, ഡൺ. Okay, no issues. Okay, so welcome to 90 plus and welcome to Double Power Tuition, World's First Learning Assurance Model. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡേ 2ന്റെ വർക്ക്ഔട്ട് സെഷനാണ് അല്ലെ. കഴിഞ്ഞ ദിവസം നമുക്ക് ഉണ്ടായിരുന്നത് എന്തായിരുന്നു? കോൺസെപ്റ്റ് സെഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ വർക്ക്ഔട്ട് സെഷനാണ്, റൈറ്റ്? പിന്നെ ഇന്നലെ കുറെ പേർക്ക് നല്ല മാർക്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലത്തെ ഡെയിലി എക്സാമിന്റെ കാര്യം പറയുമ്പം ഡെയിലി എക്സാമിന്റെ കേസിൽ ഇന്നലെ കുറെ പേർക്ക് നല്ല മാർക്സ് ഉണ്ടായിരുന്നു, റൈറ്റ്? കുറെ പേർക്ക് നല്ല, അതായത് മോർ ദാൻ ആവറേജ് എന്നുള്ള ഒരു മാർക്ക് കുറെ പേർക്ക്. കുറച്ച് പേർക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറിയാവുന്ന കാര്യം, കോൺസെപ്റ്റ്സ് എല്ലാവർക്കും യശോ നന്ദകിഷോർ കുഴപ്പമില്ലടാ, ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ഷോ 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 ആടാ, ചോദിക്കണ്ട, പോയിട്ട് പോയാ, നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറയണ്ടേന്നാ, കുറെ പേർക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം. ദ മെയിൻ കൺഫ്യൂഷൻ ഇസ് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത്. ഇപ്പൊ ശരിയാ, ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നില്ല. ദാറ്റ്സ് ദ മെയിൻ തിങ്, ഐ ഹോപ്പ്, റൈറ്റ്? അല്ലാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാത്ത കൺഫ്യൂഷൻ ഒന്നും ഇന്നലെ ഞാൻ പറഞ്ഞ സമയത്ത് ആർക്കും ഉണ്ടായിരുന്നില്ല, റൈറ്റ്? ഓക്കെ, സോ ഇന്നലെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇന്നലെ നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻസ് ദ നമ്പർ സീക്വൻസസ് ആ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അതായത് ആദ്യം നമ്മൾ ഫസ്റ്റ് റിലേഷൻ നോക്കിയത് എന്തായിരുന്നു? ഓഡ് നമ്പേഴ്സ് ആൻഡ് സ്ക്വയർ നമ്പേഴ്സിന്റെ ആയിരുന്നു. ഓർക്കുന്നുണ്ടോ? എഴുതിയ പേജ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിക്കേ, റൈറ്റ്? ഓഡ് നമ്പേഴ്സ് ആൻഡ് സ്ക്വയർ നമ്പേഴ്സിന്റെ റിലേഷൻ ആണ് ഇന്നലെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഓഡ് നമ്പേഴ്സിനെ, കോൺസിക്യൂട്ടീവ് തൊട്ടടുത്ത് കിടക്കുന്ന ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞേ? സ്ക്വയർ നമ്പേഴ്സ് കിട്ടുന്ന പറഞ്ഞ, കറക്റ്റ്? അതേപോലെ തന്നെ ട്രയാങ്കുലർ നമ്പേഴ്സിന്റെ നമ്മൾ നോക്കി. ട്രയാങ്കുലർ നമ്പേഴ്സിന്, അതായത് രണ്ട് സെറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് പോകുമ്പോഴും സിമിലർലി വിൽ ഗെറ്റ് എ സ്ക്വയർ നമ്പർ. പിന്നെ നമ്മൾ നോക്കിയത് ഏതായിരുന്നു? ഹെക്സഗണൽ നമ്പറിന്റെ ആയിരുന്നു. ഓർക്കുന്നുണ്ടോ? റൈറ്റ്, ഹെക്സഗണൽ നമ്പേഴ്സ് നിങ്ങൾ ആഡ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഏത് നമ്പറാ കിട്ടിക്കൊണ്ടിരുന്നേ അപ്പുറത്തെ സൈഡില്? എനി ഐഡിയ? ആർക്കും ഓർമ്മയില്ലേ? ഹെക്സഗണൽ നമ്പർ. ഹെക്സഗണൽ നമ്പർ ആഡ് ചെയ്യുമ്പോ ഏതായിരുന്നു അപ്പുറത്തെ സൈഡ് കിട്ടിക്കൊണ്ടിരുന്ന നമ്പർ? ഏടാ ഇപ്പൊ തുടങ്ങിയതാണോ ക്ലാസ്? ഇപ്പൊ ജസ്റ്റ് തുടങ്ങി. ക്യൂബ് നമ്പേഴ്സ്. എക്സാക്ട്ലി, ക്യൂബ് നമ്പേഴ്സ്. വെരി ഗുഡ്, ഗുഡ്. ആരാ അത് പറഞ്ഞേ? മായ. വെരി ഗുഡ്, ഗുഡ്. സോ ബേസിക്കലി ഹെക്സഗണൽ നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തെ സൈഡിൽ കിട്ടുന്നത് ക്യൂബ് നമ്പേഴ്സ് ആയിരുന്നു, റൈറ്റ്? അങ്ങനെയായിരുന്നു നമ്മുടെ പാറ്റേൺ പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലസ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. യെസ് ഓർ നോ? ഓർക്കുന്നുണ്ടല്ലോ? ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന, ഇന്ന് സ്പെസിഫിക്കലി കുറച്ച് ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് ആണല്ലോ. എടാ, ബേസിക്കലി ഈ ചാപ്റ്ററിന് വരുന്നത് പാറ്റേൺസ് ആണ്. നിങ്ങൾ പാറ്റേൺസ് ക്രാക്ക് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കുറെ ക്വസ്റ്റ്യൻസ് നോക്കണം. ഈ പാറ്റേൺസ് എന്ന് പറയുന്ന സമയത്ത് ചില സമയത്ത് അവർ നിങ്ങൾക്ക് ആൽഫബറ്റിക് ഓർഡർ, ആൽഫബറ്റ്സ് ഇല്ലേ, നമ്മുടെ ഇംഗ്ലീഷിന്റെ 26 ആൽഫബറ്റ്സ് ഇല്ലേ, അത് റിലേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസും നിങ്ങൾക്ക് തരാം. ആൻഡ് സെയിം ഗോസ് ഫോർ മന്ത്സ്, വീക്സ്, അങ്ങനത്തെ ഉണ്ടല്ലോ. നമ്മുടെ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനത്തെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അങ്ങനത്തെ ഒക്കെ പാറ്റേൺസ് നിങ്ങൾക്ക് തരാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ആൽഫബറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓക്കെ ആണോ? ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനെയും കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ ആണോ? ഇതുവരെ ക്ലാസ് എടുത്തതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? ഇനി കംപ്ലൈൻസ്, അതായത് മിസ് ക്ലാസ് എടുക്കുന്നത് ശരിയല്ല, ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ഞാൻ അതുപോലെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ ആണോ? ഡൺ അല്ലേ? തുടങ്ങാവോ? ഡൺ. ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ് ഡേ 2 വർക്ക്ഔട്ട്, റൈറ്റ്? ഓക്കെ, പാറ്റേൺസ് ആൻഡ് മാത്തമാറ്റിക്സ്. ഓക്കെ, ഇതിന്റെ ആൻസർ ഓൾറെഡി ഉണ്ട്. ലെറ്റ്സ് വർക്ക്ഔട്ട്.
Okay, let's work out. Okay, so first question is Virahanka numbers. Virahanka numbers നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? മാം ഇന്ന് എക്സാം ഉണ്ടോ? ഇല്ലടാ, ഇന്ന് എക്സാം ഇല്ലടാ, പേടിക്കണ്ട. ഇന്ന് വർക്ക്ഔട്ട് സെഷൻ അല്ലേ. വർക്ക്ഔട്ട് സെഷന്റെ അന്ന് നിങ്ങൾക്ക് എക്സാം ഇല്ല. അതായത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് സെഷന്റെ അന്ന് ഡേ 3 വർക്ക്ഔട്ട് വരില്ലേ? അതായത് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡേ 3 ഉണ്ടാവില്ല, ഡേ 3 കോൺസെപ്റ്റ് ഉണ്ടാവും. അന്ന് നിങ്ങൾക്ക് ഒരു എക്സാം ഇടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാപ്റ്റർ കഴിയുക. ഓക്കെ, ഡേ 3 വർക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ കഴിയും. ഇന്നല്ല, നെക്സ്റ്റ് വർക്ക്ഔട്ട് സെഷൻ. അപ്പൊ നിങ്ങൾക്ക് റിട്ടൺ എക്സാം ഒക്കെ ഉണ്ടാവും. ഓക്കെ ആണോ? ഓക്കെ, മാം ഇന്ന് ഡേ 2 ആ. ഇന്ന് ഡേ 2 വർക്ക്ഔട്ട് ആടാ. ഓക്കെ ഇന്നലെ ഡേ 2 കോൺസെപ്റ്റ് ആയിരുന്നു, ഇന്ന് നമുക്ക് ഡേ 2 വർക്ക്ഔട്ട്. ഓക്കെ ഓക്കെ ഓക്കെടാ, ഡൺ. ഓക്കെ, മേക്ക് ഷുവർ ഞാൻ ക്യാമറാസ് നോക്കുന്നുണ്ട്, ഒന്ന് ഓൺ ആക്കി വെക്കണേ, ഓഫ് ആക്കല്ലേ. ഓക്കെ, നന്ദകിഷോർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇഷ്യൂ ഉണ്ട്, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, ബാക്കി എല്ലാവരും ക്യാമറ ഷുഡ് ബി ഓൺ. ഓക്കെ, ഡൺ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കണ്ടായിരുന്നു, വിരഹങ്ക നമ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർക്കുന്നുണ്ടോ? നമ്മൾ എനിക്ക് തോന്നുന്നു ഡേ 1 വർക്ക്ഔട്ടിൽ മിസ് ഡിസ്കസ് ചെയ്തു എന്ന് തോന്നുന്നു. ഓർക്കുന്നുണ്ടോ? വാട്ട് വർ വിരഹങ്ക നമ്പേഴ്സ്? എനി ഐഡിയ? Adding the number. എന്തായിരുന്നു ആഡ് ചെയ്തോണ്ടിരുന്നേ? Ma'am, first and second, we have to add first and Plus second. 2 is equal to 3. 3 plus 5, 8. 5 plus 8. Like that. എടാ, അത് ട്രയാങ്കുലർ ആയിരുന്നില്ലേ? ഈ ട്രയാങ്കുലറും വിരഹങ്കയും തമ്മിൽ മാറിപ്പോവല്ലേ, അതൊന്ന് ശ്രദ്ധിക്കണേ എല്ലാരും. By പറഞ്ഞു. adding the first two consecutive numbers. ഓക്കെ, Ma'am, ഫസ്റ്റ് 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ഓക്കെടാ, പറഞ്ഞോ. 1 plus 2, 2 plus 3, 8. ഓക്കെ, Ma'am, 3 plus 5, 5 plus 8, like that. ഓക്കെ, ലൈക്ക് ദാറ്റ്. ഓക്കെ teacher, അല്ല മാം, ആണോ, പറഞ്ഞോ. ഇതിന്റെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഈ ABCD അതാണോ? ഒരെണ്ണം MCQ ടൈപ്പ് ആടാ. ഇതിന്ന് ഏതാണ് വിരഹങ്ക നമ്പേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടാ മതി. കമന്റ് ബോക്സിൽ എല്ലാവരും എനിക്കൊന്ന്, കമന്റ് ബോക്സോ, ഞാൻ യൂട്യൂബ് അല്ല ഇവിടെ, ചാറ്റ് ബോക്സ്, എന്നെയും കൂടി തെറ്റിപ്പിക്കും. ചാറ്റ് ബോക്സിൽ ഇട്ടാ മതി. ഞാനും ഇടയ്ക്ക് അത് പറഞ്ഞു പോകും. നീ അങ്ങനെ പറയല്ലോ. കമന്റ് ബോക്സ് അല്ല, ചാറ്റ് ബോക്സ്. ഓക്കെ, അതിലേക്ക് ജസ്റ്റ് ഒന്ന് ആൻസേഴ്സ് പറയാം. ഓക്കെ, എല്ലാവരും ആൻസേഴ്സ് പറയാം. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ എൻ്റെ അടുത്ത് പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കിട്ടി. സ്റ്റിൽ ഞാനുണ്ടേ മാം കണ്ടോടാ. ആണോ, പറഞ്ഞോ. എനിക്ക് വിരഹങ്ക നമ്പേഴ്സ് പറഞ്ഞു തന്നില്ല. കുഴപ്പമില്ല, ഞാൻ ഇന്ന് പറയാലോ, പേടിക്കണ്ടല്ലോ. എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാം പറഞ്ഞോ ജോയന. എനിക്കുള്ള വിരഹങ്ക നമ്പർ ഡിസ്കസ് ചെയ്തില്ല. കുഴപ്പമില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ, പേടിക്കണ്ട. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. ഐ ലാസ്ക് നിഹാൽ കേൾക്കുന്നുണ്ടോ? 2 നിഹാൽ ഉണ്ട്. നിഹാൽ മാത്രം, നിഹാൽ കൃഷ്ണയല്ല, നിഹാൽ. നിഹാൽ ഏത് ആൻസർ ആടാ? ഫസ്റ്റ് ക്വസ്റ്റ്യനാ. ആടാ. നിനക്ക് എത്ര ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നേ? അല്ല, ABC. എടാ, അത് ഓപ്ഷൻസ് ആണ്. നമ്മൾ MCQ ടൈപ്പ് ചെയ്യില്ലേ, കുറെ ഓപ്ഷൻസ് അവര് തന്നിട്ടുണ്ട്. അതിൽ ഏത് ഓപ്ഷൻ ആന്ന് പറഞ്ഞാ മതി. ഏത് ഓപ്ഷനാ? നിക്ക് വെയിറ്റ് കറോ. ഓക്കെ, ഡൺ. വാട്ട് അബൌട്ട് അതേഴ്സ്? ഇനി നിഹാൽ കൃഷ്ണ പറഞ്ഞടാ. നിഹാൽ കൃഷ്ണ കേൾക്കുന്നുണ്ടോടാ? പറഞ്ഞോ. ബി അല്ലെ? എനിക്ക് തോന്നുന്നു നിഹാൽ കൃഷ്ണ കമന്റിലും ബി എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? യെസ്, ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ച എല്ലാരും, ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ഇനി എന്താണ് വിരഹങ്ക നമ്പേഴ്സ് എന്ന് എല്ലാരും കേൾക്കാം. ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഇപ്പൊ ആരും അൺമ്യൂട്ട് ചെയ്യല്ലേ. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യോ. അതിനകത്ത് എന്ത് പറ്റി? ഹാൻഡ് റേസ് ആക്കിയെന്ന കൺഫ്യൂഷൻ ആയിട്ടാണോടാ? ആൻസർ പറയാനായിരുന്നോ? ആയതാ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, സോ ഞാൻ എന്താ പറയണ്ടായിരുന്നു വെച്ചാൽ, ഇന്ന് നമ്മൾ ഇനിയിപ്പം വിരഹങ്ക നമ്പേഴ്സ് ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഒരു ഫ്രീക്വന്റ്
അതായത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ആണ് വിർഹങ്ക നമ്പേഴ്സ് എന്നുള്ളത്. ഓക്കെ, എന്താണ് വിർഹങ്ക നമ്പേഴ്സ്? ഇപ്പൊ കുറച്ചുപേര് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരും, ഞാൻ 2 പ്രാവശ്യം പറഞ്ഞുതരാം, ഒന്ന് നോക്കേ, കാരണം ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ആവണമെന്നില്ല. ഒന്ന് സബർ കറോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാം. ഓക്കെ, എല്ലാരും കൂടി അറ്റാക്ക് ചെയ്യരുത് കേട്ടോ, എനിക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് വിർഹങ്ക നമ്പേഴ്സ്. ഓക്കെ ഓക്കെ, സോ വിർഹങ്ക നമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ദ സീക്വൻസ് സ്റ്റാർട്ട്സ് ഫ്രം 0 എന്നാണ് നമ്മുടെ വിർഹങ്ക നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്പർ ഇസ് 1. വാട്ട് ദി ഐഡിയ? 0 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ 1 നിങ്ങൾ എഴുതാം. ഇനി ഈ വിർഹങ്ക നമ്പേഴ്സിന്റെ എങ്ങനെയാണ് പാറ്റേൺ പോകുന്നതെന്ന് വെച്ചാൽ, 1 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1നെ അതിന്റെ തൊട്ട് പിന്നിലുള്ള നമ്പർ ആയിട്ട് ആഡ് ചെയ്യണം. ഗോട്ട് ദി ഐഡിയ? ഓക്കെ, അതായത് 1ന്റെ തൊട്ട് പിന്നിൽ എന്താ? 0. സോ യു ഷുഡ് ഡു 1 + 0 ദാറ്റ് ഈസ് ഈക്വൽസ് ടു 1. അപ്പൊ അടുത്ത നമ്പറും എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. ഡൺ ആണോ? ഓക്കെ, ഇനി ഈ 1 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ നമ്മൾ നോക്കണം. ഓക്കെ, സോ പിന്നില് 1ന്റെ തൊട്ട് പിന്നിൽ കിടക്കുന്ന നമ്പർ എന്താ? 1 itself. സോ യു ഷുഡ് ഡു 1 + 1 ദാറ്റ് ഈസ് ഈക്വൽസ് ടു 2. കറക്റ്റ് അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി സിമിലർലി നെക്സ്റ്റ് നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 2ന്റെ തൊട്ട് പിന്നിലുള്ള നമ്പർ ഏതാ? 1. സോ 2 + 1 ദാറ്റ് ഈസ് ഈക്വൽസ് ടു 3 എന്ന് എഴുതുക. 3. ഇനി അടുത്തത് 3 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഏതാന്ന് നമ്മൾ നോക്കുക. അപ്പൊ 3ന്റെ തൊട്ട് പിന്നിൽ കിടക്കുന്ന നമ്പർ ഏതാ? 3 + 2 ദാറ്റ് ഈസ് ഈക്വൽസ് ടു 5. ഇങ്ങനെയാണ് വിർഹങ്ക നമ്പേഴ്സ് പോകുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ആ 0 1 2 0 1 1 2 3 അങ്ങനെയാണ് ഓർഡർ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ട്രയാങ്കുലർ അടുത്തത് ചെയ്യുമ്പം 5 + 3 8 എന്ന് വരും. കറക്റ്റ്, ഗുഡ്. ഡൺ ആണോ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെടാ, ഡൺ. മാം ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? മനസ്സിലായില്ല. ഒന്നും കൂടി പറയാം. ഓക്കെ, നോ ഇഷ്യൂസ്. ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ വിർഹങ്ക നമ്പേഴ്സിന്റെ കേസിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. വിർഹങ്ക നമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ സീക്വൻസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന, ഞാൻ ഒന്നും കൂടി പറയാം, സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന 0 then 1. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മുന്നോട്ടുള്ള നമ്പേഴ്സ് നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, 1ന്റെ തൊട്ട് പിന്നി കിടക്കുന്ന നമ്പർ ഏതാ? It's 0, right? So you should do 1 + 0. What is the answer? 1 itself. അപ്പൊ അടുത്ത നമ്പർ 1 തന്നെ ആയിരിക്കും. ഡൺ. ഓക്കെ, ഇനി സിമിലർലി നെക്സ്റ്റ് നമ്പർ നോക്കാം. 1ന്റെ അടുത്ത നമ്പർ ഞാൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 1ന്റെ തൊട്ട് പിന്നി കിടക്കുന്ന എക്സാക്ട്ലി, ഗുഡ്. 1 + 1 is 2. So my next number will be 2. Similarly 2 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ you should do 2 + 1 that is 3. അപ്പൊ 3 കിട്ടിയോ? ഇനി 3ന്റെ തൊട്ട് പിന്നി, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആയോടാ? ഓക്കെ, ഇങ്ങനെയാണ് വിർഹങ്ക നമ്പേഴ്സിന്റെ വരുന്നത്. അതിനകത്ത് ഓക്കെ, ഞാൻ വിചാരിച്ചു കൺഫ്യൂഷൻ ആണ്. ഓക്കെ, ഇനി മേക്ക് ഷുവർ ഈ മോസ്റ്റ്ലി എക്സാംസിൽ നിങ്ങളുടെ അടുത്ത് ഈവൻ റിട്ടൺ എക്സാം നിങ്ങൾ ലാസ്റ്റ് ഡേ ഇവിടെ എഴുതുന്ന സമയത്താണെങ്കിലും വിർഹങ്ക നമ്പേഴ്സ് നോക്കി വെക്കാം. ഓക്കെ, വിർഹങ്ക നമ്പേഴ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. അതേപോലെ തന്നെ ചില എക്സാംസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്? എങ്ങനെ വരും? എടാ 8 ഇങ്ങനെ വരും. നോക്കിക്കേ, 5 കഴിഞ്ഞിട്ടുള്ള നമ്പർ അല്ലേ ചോദിച്ചിട്ടല്ലേ? അപ്പൊ 5ന്റെ തൊട്ട് പിന്നി കിടക്കുന്ന നമ്പർ ഏതാ? 5 + 3 യു ഷുഡ് ഡു, റൈറ്റ്? 3 So 5 + 3. 5 + 3 is 8. Okay. Similarly, 8 കഴിഞ്ഞിട്ടുള്ള നമ്പർ if you are looking for, you should do 8 + 5. Done ആണോ? So you will get it as 13. മനസ്സിലായോ? ഓക്കെ ഓക്കെ, സോ വിർഹങ്ക നമ്പേഴ്സിന്റെ കേസിൽ ഒന്ന് ശ്രദ്ധിച്ച്, വിർഹങ്ക നമ്പേഴ്സിന്റെ കേസിൽ എന്താ? തൊട്ട് പിന്നി കിടക്കുന്ന നമ്പറിനെ ആഡ് ചെയ്യുക. ട്രയാങ്കുലർ നമ്പേഴ്സിൽ എന്തായിരുന്നാടാ ചെയ്തോണ്ടിരുന്നത് നമ്മള്? എന്തായിരുന്നു ട്രയാങ്കുലർ നമ്പേഴ്സിൽ ചെയ്തോണ്ടിരുന്നേ? എനിബഡി, എനി ഐഡിയ? മാം +1 +2 +3. എക്സാക്ട്ലി, ഗുഡ്. +1 +2 +3 അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കറക്റ്റ്, വെരി ഗുഡ്. ഓക്കെ, സോ ആ ക്ലാരിറ്റി എപ്പോഴും വേണം.
ഓക്കെ, മറക്കരുത്, കൺഫ്യൂഷൻ ആക്കരുത് രണ്ടും കൂടി. വിരഹങ്ക എന്ന് പറഞ്ഞാൽ തൊട്ട് പിന്നിൽ കിടക്കുന്ന നമ്പേഴ്സിനെ ആഡ് ചെയ്ത് പോവുക. സീക്വൻസ് സ്റ്റാർട്ട്സ് ഫ്രം 0 and 1. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ പ്ലസ് ചെയ്ത് പോകാൻ എളുപ്പമില്ലല്ലോ, ഇത് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. റൈറ്റ്, ജസ്റ്റ് 0 1 എന്ന് സ്റ്റാർട്ട് ചെയ്യും, ദെൻ നിങ്ങൾ ആഡ് ചെയ്ത് പോവാ. ഡൺ ആണോ? നെക്സ്റ്റിലേക്ക് പോയിക്കോട്ടെ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അലങ്കൃത ക്ലിയർ ആയോടാ? കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലങ്കൃത വേറെ ആരും എന്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ, പഠിച്ചിട്ടില്ല. ക്ലിയർ ആയോ? ജോയന ക്ലിയർ ആയോ? ഇസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? സഞ്ജയ് ക്യാമറ നേരെയാക്കി വെച്ചേ. Yes, ma'am. ഓക്കെ, ഡൺ. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്പർ സഞ്ജയ് ക്യാമറ നേരെയാക്കൂ പ്ലീസ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇഫ് യു സ്റ്റാർട്ട് വിത്ത് ദ നമ്പർ 2 ആൻഡ് കീപ് ആഡിങ് 2, വാട്ട് സീക്വൻസ് ആർ യു ക്രിയേറ്റിംഗ്? ഒന്ന് ചെയ്ത് നോക്കിക്കുക. അതായത് സീക്വൻസ് സ്റ്റാർട്ട്സ് ഫ്രം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2-ൽ നിന്ന്, എന്നിട്ട് നിങ്ങൾ +2 ചെയ്തുകൊണ്ടിരിക്കുക. സോ വാട്ട് വിൽ ബി ദ സീക്വൻസ് ദാറ്റ് യു ആർ ഗെറ്റിംഗ്? ഓപ്ഷൻസ് ആൻസർ എൻ്റെ അടുത്ത് ഒന്ന് പറയാം. ഓക്കെ ഓക്കെ, പാർത്ഥേവ് ഡൺ, നന്ദകിഷോർ ഓക്കെ. ആൻസേഴ്സ് ഒന്ന് എൻ്റെ അടുത്ത് ചാറ്റ് ബോക്സിൽ പറയാം. നിഹാൽ ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ പറഞ്ഞോടാ. ഓക്കെ, ഗുഡ്. കുറച്ചു പേരൊന്ന് ലേറ്റ് ആയിട്ടാണോ ജോയിൻ ചെയ്തേ? ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണോ? Yes, another tuition. Another tuition, okay. Okay, കിട്ടിയോ? യെസ്, കറക്റ്റ് നിഹാൽ, ഗുഡ്. ആദിശങ്കർ ഓക്കെ ഓക്കെ. ടീച്ചറിന് മലയാളം വേണം. മലയാളോ? എടാ എന്താ ഇതില് പറയുന്നേ? ഇഫ് യു സ്റ്റാർട്ട് വിത്ത് നമ്പർ 2, അതായത് 2-ൽ നിന്നാണ് സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കീപ് ആഡിങ് എന്ന് പറഞ്ഞ എന്താ? പ്ലസ് ചെയ്ത് പോവാ അല്ലെ? അപ്പം എല്ലാ നമ്പറിന്റെയും കൂടിയും +2, അതായത് 2 + 2 എത്രയാ കിട്ടുന്നത്? 4. 4. ഇനി 4ന്റെയും കൂടിയും +2 ചെയ്യാം. അപ്പൊ എത്ര കിട്ടി? 6. 6 + 2 8. അപ്പൊ എന്ത് സീക്വൻസ് ആ കിട്ടുന്നത്? വാട്ട് സീക്വൻസ് ആർ യു ക്രിയേറ്റിംഗ്? ഈവൻ നമ്പേഴ്സ് ആണോ, പ്രൈം നമ്പേഴ്സ് ആണോ, ഓഡ് നമ്പേഴ്സ് ആണോ, സ്ക്വയർ നമ്പേഴ്സ് ആണോ? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ആള് പറയാം. ഓക്കെ, ലോഹിത് കിട്ടിയോടാ ആൻസർ? ലോഹിത് Ma'am, can I say? ഒരു മിനിറ്റ്. വിച്ച് ഓപ്ഷൻ യു ഗോ ഫോർ? Yeah. A. You mean even numbers, right? Even numbers അല്ലടാ. Okay ടാ, done. അതെ. Ma'am, ഞാൻ Okay. ഇട്ടിട്ടുണ്ടേ. കണ്ടു. Correct. Okay. Okay, no issue. So correct answer is even numbers, right? കാരണം നമുക്ക് കിട്ടുന്ന സീക്വൻസ് എന്താ? എടാ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുക, മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ മാത്രം പറയാം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? അതായത് സ്റ്റാർട്ട് വിത്ത് 2 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ദെൻ വി ആർ ആഡിങ് +2. സോ ദ സീക്വൻസ് ദാറ്റ് യു ആർ ക്രിയേറ്റിംഗ് ഇസ് ഈവൻ നമ്പേഴ്സ്. ഡൺ. ഇനി നെക്സ്റ്റിലേക്ക് പോവാം. ഇനി which of the following number is a triangular number? Answers in the chat box. Okay, which of the following numbers? പക്ഷെ എന്നാല് സൗണ്ട് Okay, Arush, Adinath, Nandakishore, okay, Janalin, okay, Adishankar, okay, Ameya, good. Pranav, okay, Arush, okay. ഇനി ഞാൻ ചോദിക്കുന്ന ആള് മാത്രം ആൻസർ പറയാ. ഓക്കെ, wait a minute. Kezia കേൾക്കുന്നുണ്ടോ? Am I audible? യെസ് മാം. Which option you go for? 10. ഏതാ? 10. ഓക്കെ, അടുത്ത ആളുടെ അടുത്ത് ചോദിക്കാം. 10. ഓക്കെ, നീരജ. Ma'am, നീരജ് ആടാ, പറഞ്ഞോ. 16. 16. ഓക്കെ, അലങ്കൃത. മാം നെക്സ്റ്റ് എന്നോട് ചോദിക്കൂ. സബർ കറോ. അലങ്കൃത പറഞ്ഞോടാ, ഏത് ഓപ്ഷനാ? 12. 12. ഓക്കെ,
ഇപ്പൊ മിക്സ്ഡ് ഓഫ് ആൻസേഴ്സ് അല്ലെ? ഈ മിക്സ്ഡ് ഓഫ് ആൻസേഴ്സ് വരുമ്പോ നല്ലതല്ലേ? നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഏത് ആൻസർ ആണെന്നല്ലേ? ഓക്കെ, ഇനി കുറച്ച് പേരൊടത്തും കൂടി ചോദിക്കട്ടെ. വെയിറ്റ് ചെയ്യേ. ആദിശങ്കർ. 10. ആദിശങ്കർ 10. ഓക്കെ. നിഹാൽ കൃഷ്ണ. നിഹാൽ കൃഷ്ണ 10. 10. ഓക്കേടാ, ഡൺ. ഓക്കെ, വേറെ ആരുടെ? അനൗഷ്ക 10. അപ്പൊ മെജോറിറ്റി ആൾക്കാർ 10 ആണല്ലോ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 10 ആണോ കറക്റ്റ് ആൻസർ? Yes. എന്നോട് യെസ്. യെസ്. സോ 10 Yes. 10 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. എടാ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ 16 പറഞ്ഞവരുടെ അടുത്ത് കുറെ പേര് ചാറ്റ് ബോക്സിൽ 16 എന്നുള്ള ഒരു ആൻസർ. ഓക്കെ, സബർ കറോന്റെ അർത്ഥം എന്താന്ന് ചോദിക്കുന്നുണ്ട്. എടാ, അതായത് ബി പേഷ്യന്റ്, ഹിന്ദിയിൽ പറയുന്ന ഒരു സംഭവം. അതായത് വെയിറ്റ് കറോ, വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. കോമൺ വേർഡ്. കോമൺ വേർഡ് ആണോ? അപ്പൊ കുഴപ്പമില്ല, ഹിന്ദിയിൽ അങ്ങനെയാ പറയാ. അതുകൊണ്ട് ഞാൻ സബർ കറോ എന്ന് പറഞ്ഞു. ഓക്കെ, കോമൺ വേർഡ് ആണെങ്കിൽ ആരും മീനിങ് ചോദിച്ചു. ആരായിരുന്നു? ഓക്കെ, ഡൺ. സോ ഇവിടെ ട്രയാംഗുലർ നമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ 10 ഇസ് ദി കറക്റ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെ കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ട്രയാംഗുലർ നമ്പേഴ്സ് ഒന്ന് നോക്കുക. നമ്മുടെ ട്രയാംഗുലർ നമ്പേഴ്സ് എങ്ങനെയായിരുന്നു? 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ദെൻ യു ഷുഡ് ആഡ് ദി കൗണ്ടിങ് നമ്പർ. സോ 0 ആദ്യം ഞാൻ +1 ചെയ്യുമ്പോൾ ഐ ഗെറ്റ് 1. ദെൻ 1ലേക്ക് +2 ചെയ്യണം, റൈറ്റ്? +2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3. ദെൻ അടുത്തത് +3. 3 + 3 is 6. Then 6 + 4 is 10. നെക്സ്റ്റ് 10 + 5 is 15. ഇങ്ങനെയാണോ ആ പാറ്റേൺ പോയിക്കൊണ്ടിരിക്കുന്നത്? കറക്റ്റ്. സോ കറക്റ്റ് ആൻസർ എന്താ? ട്രയാംഗുലർ നമ്പേഴ്സിന്റെ കേസിൽ 10 is the triangular number. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റിലേക്ക് പോവാം. ഇനി വാട്ട് ഇസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീക്വൻസ്? 1, 4, 9, 16. ഇത് ഭയങ്കര നിങ്ങൾ കുറെ പ്രാവശ്യം കണ്ട ഒരു സീക്വൻസ് ആയിരിക്കും. 1, 4, 9, 16. ഗുഡ്. ഇപ്പൊ ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും കറക്റ്റാ. ഗുഡ്, വെരി ഗുഡ്. ആൻസേഴ്സ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഗുഡ്. ഓക്കെ. സഞ്ജയ്, ഓപ്ഷനിൽ ഇല്ലാത്ത നമ്പർ ആണല്ലോടാ. ടീച്ചർ അത് കറക്റ്റ് അക്ക അടിച്ചേ, പക്ഷെ അത് കൂടിപ്പോയി. കുഴപ്പമില്ല, അതിൽ കറക്റ്റ് ആൻസർ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? എനിക്ക് ഞാൻ ഇപ്പൊ നല്ല റീൽ റിയൽ ആയിട്ട് അടിച്ചോ? ഓക്കെ. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ആളെ ആൻസർ പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. ഒരു മിനിറ്റടാ, നിക്ക്, കുറെ പേരല്ലേ. ഓക്കെ, ജോയന. ജോയന പറഞ്ഞോടാ. യെസ് മാം. ജോയന, ഏത് ഓപ്ഷൻ ആടാ കറക്റ്റ് ആൻസർ? പ്രോസസിംഗ് ആണോ? Ma'am. പ്രോസസ് ചെയ്തോ? പറഞ്ഞോ. B1. 24th അല്ലേ? 24 എന്നല്ല പറയുന്നേ? യെസ് മാം. ഓക്കെ, ഡൺ. ഇനി അടുത്തത് സഞ്ജയ് പറഞ്ഞോ. സഞ്ജയ് ഏത് നമ്പറാ? 25. 25. ഓക്കെ. ആരുഷ് ഏത് നമ്പറാ? പറഞ്ഞോടാ. 24. 24. ഓക്കെ. Yes. ചാറ്റ് ബോക്സിൽ എന്റെ അടുത്ത് വേറെ ആൻസർ ആണല്ലോ പറഞ്ഞേ. അല്ല മാം, 24 തന്നെ. 24 തന്നെയാണോ? ടൈപ്പ് ചെയ്ത് Okay. മാറി. ടൈപ്പ് ചെയ്തത് മാറിയതാണോ? ഓക്കെ, നോ ഇഷ്യൂസ്, നോ ഇഷ്യൂസ്. ഓക്കെ. ആദിനാഥ്. ആദിനാഥ് 25. 25. യെസ്, 25 is the correct answer. ഓക്കെ. സീക്വൻസ് എല്ലാരും ഒന്ന് നോക്കിക്കേ. ഈ 24 എന്ന് പറഞ്ഞവര് സീക്വൻസ് ഒന്ന് നോക്കിക്കേടാ. ഇത് നമ്മുടെ ഏത് സീക്വൻസാ തന്നിരിക്കുന്നത്? ഈ സീക്വൻസസ് ലൈക്ക് നിങ്ങൾ കുറെ പ്രാവശ്യം കണ്ടൊരു സീക്വൻസാ. 1, 4, 9, 16. അവര് ചോദിക്കുന്നത് വാട്ട് ഷുഡ് ബി ദ നെക്സ്റ്റ്? ഓഡ് നമ്പർ ആണോ? 16 ഓഡ് നമ്പർ ആണോ? സ്ക്വയർ നമ്പർ. എക്സാക്ട്ലി, വെരി ഗുഡ്. ഇത് നമ്മുടെ സ്ക്വയർ നമ്പേഴ്സിന്റെ സീക്വൻസാ. എക്സാക്ട്ലി. സോ ബേസിക്കലി ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും 1, 1 into 1, റൈറ്റ്? 4, 2 into 2, 9, 3 into 3, 16 is 4 into 4 അല്ലേ?
അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ എന്താ ചെയ്യണ്ടേ? 5 into 5 അല്ലേ? ഓർഡറിലല്ലേ പോകുന്നത്? സോ 5 into 5 is 25. കറക്റ്റ്? കൺഫ്യൂഷൻ? ഓക്കെ, No. നെക്സ്റ്റിലേക്ക് പോവാം. ഇനി ഹൗ മെനി സൈഡ്സ് ഡസ് എ ഹെക്സഗൺ ഹാവ്? ഹെക്സഗണിൽ എത്ര സൈഡ്സ് ഉണ്ടായിരുന്നു? ഓപ്ഷൻസ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, ഡൺ. നിഹാൽ ഓക്കെ, ആദിനാഥ്, ആരുഷ്, വ്യാണു, അലങ്കൃത, നീരജ. കുറെ പേര് ആൻസേഴ്സ് പറയുന്നില്ലല്ലോ ചാറ്റ് ബോക്സില്. എല്ലാരും ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് പറഞ്ഞേ. ഇട്ടു. ഓക്കെ, ഡൺ. മാം ആടാ പറഞ്ഞോ. നമ്മള് വെളിയിലായിരുന്നു, ഇപ്പൊ വന്നേ ഉള്ളൂ. ആ ഓക്കെ, കുഴപ്പമില്ല. ആ ഓക്കെ, ഞാൻ ചോദിക്കുന്ന ആള് ആൻസർ പറയാം. ഓക്കെ, നീരജ കേൾക്കുന്നുണ്ടോ? ആ, വിച്ച് ഓപ്ഷൻ? എത്ര എണ്ണം ഉണ്ട്? 6. ഓക്കെ, ഡൺ. ഇനി ഋത്വിക്, എത്ര സൈഡ്സ് ഉണ്ട് ഹെക്സഗന്? ഋത്വിക്, ഹലോ ഹലോ ഹലോ. മാം ഞാൻ അടുത്ത പറയട്ടെ. വേണ്ട, ഞാൻ പറഞ്ഞു നേരത്തെ. അത് കുഞ്ഞു ക്വസ്റ്റ്യൻ അല്ലേ? ഒക്കെ സാരമില്ല. മാം ആരായിരുന്നു ആൻസർ? ഞാൻ ഇതുവരെ ചോദിക്കാത്ത ഫയോണ കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ എന്നോട് കാണുന്നുണ്ടോ? ചോദിച്ചില്ല. എന്നോട് ചോദിച്ചില്ല. ചോദിച്ചില്ല. ഓക്കെ. ഫയോണ കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യോ. വിച്ച് ഓപ്ഷൻ യു വിൽ ഗോ ഫോർ? ബി. ബി. ഓക്കെ. ജൊനാലിൻ, കെൻ യു ഹിയർ മീ? വിച്ച് ഓപ്ഷൻ? ഏത് ഓപ്ഷനാ? 6. Exactly. So basically, how many sides does a hexagon have? Hexagon have 6 sides, right? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ 7 ചുമ്മാ പറഞ്ഞു. അപ്പൊ ഇൻ ബേസിക്, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ 5 സൈഡഡ് ആയിട്ടുള്ള ഇതിന് എന്താ പറയാ? എന്താ പേര് 5 സൈഡഡ് ഫിഗറിന്? അറിയോ? പെന്റഗൺ. ഗുഡ്, വെരി ഗുഡ്. ഇനി അപ്പൊ 7 സൈഡ് ആയാലോ? ഹെപ്റ്റഗൺ. വെരി ഗുഡ്. ആരാ അത് പറഞ്ഞേ? കെസിയ. വെരി ഗുഡ്. 7 സൈഡ് ആവുമ്പോ ഹെപ്റ്റഗൺ. അത് നെക്സ്റ്റ് ഡേ, അതായത് ഡേ 3 ഞാൻ നിങ്ങളെ അത് എഴുതിപ്പിക്കാട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ്. മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോ ഒക്കെ അത് ആവശ്യം വരും. എത്ര സൈഡ് ഉണ്ട്? സെപ്റ്റഗൺ എന്നും പറയും. കറക്റ്റാ. ഹെപ്റ്റഗൺ എന്ന് പറയും, സെപ്റ്റഗൺ എന്ന് പറയും. ബോത്ത് ആർ കറക്റ്റ്. നോ ഇഷ്യൂസ്. ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാവേ. സോ ഹെക്സഗൺ ഹാവ് 6 സൈഡ്സ്. ഓക്കെ, പ്ലീസ് മേക്ക് ഷുവർ യു റിമെമ്പർ ദാറ്റ് പോയിന്റ്. ഓക്കെ, മാം ആടാ പറഞ്ഞോ. 8 സൈഡ് ഒന്നുമില്ല. 8 സൈഡ് ഉള്ളതിന് ഓക്ടഗൺ എന്ന് പറയും. Okay. ഒക്ടോപസിന്റെ ആലോചിച്ചാൽ മതി. ഒക്ടോപസിന്റെ ഒക്ടഗൺ. ഓക്കെ, ഡൺ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡാഷ് ഇസ് ബോത്ത് ട്രയാങ്കുലർ നമ്പർ ആൻഡ് എ സ്ക്വയർ നമ്പർ. ഓപ്ഷൻസ് ആർ 25, 36 ആൻഡ് 8. പറഞ്ഞോടാ ധ്വനി, എന്ത് പറ്റി? ക്വസ്റ്റ്യൻ 6 അല്ലേ? പെന്റഗന്റെ ഞാൻ ചോദിച്ചല്ലോ, അതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റിലേക്ക് പോയത്. അപ്പൊ അത് എഴുതണ്ട. എഴുതണ്ട. മാം ആടാ പറഞ്ഞോ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? എടാ, ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ 25, 36, 8, ഇതിൽ നിന്ന് ഏത് നമ്പർ ആണ്? അത് ട്രയാങ്കുലർ നമ്പറും ആണ്, സ്ക്വയർ നമ്പർ ആണ്. രണ്ട് നമ്പേഴ്സിലും വരുന്ന ഒരു നമ്പർ ആണ് ഈ തന്നിരിക്കുന്നത്. അതായത് 25 വരുമോ സ്ക്വയർ നമ്പേഴ്സ് ആൻഡ് ട്രയാങ്കുലർ നമ്പേഴ്സിൽ? അങ്ങനെ ചെക്ക് ചെയ്യണം. ഓക്കെ, രണ്ട് നമ്പേഴ്സിന്റെയും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, സോ എല്ലാരും ഒന്ന് സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ സ്ക്വയർ നമ്പേഴ്സിന്റെ ആരായിരുന്നു? പറഞ്ഞോടാ. ചാറ്റിൽ ഇടാനോ ഇത്? ചാറ്റിലിട്ടോ. ചാറ്റ് ബോക്സിൽ ആൻസർ പറഞ്ഞോ. കുറെ പേര് കറക്റ്റ് ആൻസേഴ്സ് പറയുന്നുണ്ട്. കുറെ കാണുന്നുണ്ടടാ, കുറെ പേര് കറക്റ്റ് ആൻസേഴ്സാ. ആരുഷ് ഒന്നും കൂടി ബ്രെയിൻ സ്റ്റോം ചെയ്യൂ. ആരുഷ് ഒരു പ്രാവശ്യം കൂടി ആലോചിച്ച് നോക്കിക്കേ. നീരജ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കുറെ പേരുടെ ആൻസേഴ്സ് കറക്റ്റാ. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ആള് മാത്രം ആൻസർ പറയാം. ഓക്കെ, ആരായിരുന്നു? പ്രണവ് പറഞ്ഞോടാ. 36. 36. ഓക്കെ,
36 അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ ആൻസർ ആയിട്ട് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എനി ഒബ്ജെക്ഷൻസ് ഇൻ ദ ആൻസർ 36? No. ജയന, ആദിശങ്കർ, എനിബഡി ഹാവിംഗ് എനി ഒബ്ജെക്ഷൻ? സ്ക്വയർ കണ്ടില്ല, നന്നായി. ഞാൻ അപ്പൊ എന്താ പറഞ്ഞോണ്ടിരുന്നേ? ക്വസ്റ്റ്യൻ വായിക്കാനാ ഞാൻ പറഞ്ഞേ. ദ കറക്റ്റ് ആൻസർ ഇസ് 36, റൈറ്റ്? 36. 36 എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ നമ്പറും ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇത് എഴുതുമ്പം ട്രയാങ്കുലർ നമ്പേഴ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ 36 വരും. അതായത് ഫോർ എക്സാമ്പിൾ 0, 1, 3, 6, 10, 15, അത് കഴിഞ്ഞിട്ട് 21, 28, 36 വരും. ഓക്കെ, സോ 28 ആണേ. ഓക്കെ, ഗോട്ട് ദി ഐഡിയ? സോ ഇങ്ങനെയാണ് പോകുന്നത്. ഗോട്ട് ദി ഐഡിയ? കൺഫ്യൂഷൻ ഉണ്ടോ? സോ എടാ, No. ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്നത്? രണ്ടും സ്ക്വയർ നമ്പറും ആണ്, ട്രയാങ്കുലർ നമ്പറും ആണ്. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ നേരെ ജോയി വായിക്കണേ. ഓക്കെ, ഇനി നെക്സ്റ്റിലേക്ക് പോവാം. അസേർഷൻ ആൻഡ് റീസണിങ് ചെയ്യണ്ട, കുഴപ്പമില്ല, അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാം. ഒന്ന് മ്യൂട്ട് ചെയ്യോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞെട്ടല് ഞെട്ട് ആ നേരത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിച്ചു തരുമോ? ഏതാണ്? മറ്റേ സ്ക്വയർ നമ്പർ എന്തോ ആണോ? Yes, ma'am. ഒരു മിനിറ്റ്. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. കാണുന്നുണ്ടോ? Yes, ma'am. Okay, ma'am. Finish. കഴിഞ്ഞോ? Ma'am. ഓക്കെ, സോ നെക്സ്റ്റിലേക്ക് പോവാം. അസേർഷൻ ആൻഡ് റീസണിങ് നമ്പേഴ്സ് ഇപ്പൊ നമ്മൾ നോക്കുന്നില്ല. ഗെയിം കളിപ്പിക്കാന്ന് പറഞ്ഞു. Okay, ഞാനത് കമന്റ് ബോക്സിൽ ഇട്ടായിരുന്നു. നിന്നെയായി കളിക്കാവേ, ഞാൻ നോക്കട്ടെ ആദ്യം ഗെയിമിന്റെ കാര്യം. ചെയ്യിപ്പിക്കാം. എന്റെ ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ, ഇനി 2 ദിവസം ഞാൻ പഠിപ്പിക്കാനുണ്ട്. നിങ്ങൾ എന്നെ ഇങ്ങനെ ഇതാക്കല്ലേ? അപ്പൊ അതും കളിപ്പിക്കും. കമോൺ, ചിൽ. ഓക്കെ, ഇതെന്നെ ഒരു ഗെയിം അല്ല, പാറ്റേൺസ് നമ്മൾ കണ്ടുപിടിക്കല്ലേ. നിങ്ങൾ ഇത് സ്ട്രെസ് അടിക്കുന്ന എന്തിനാ? ഞാൻ നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ, നമ്മൾ ജസ്റ്റ് ചോദിച്ചു പോവല്ലേ. ഓക്കെ, നെക്സ്റ്റ്, ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീക്വൻസ്. അതായത് നിങ്ങൾക്ക് സീക്വൻസ് തന്നിട്ടുണ്ട് 0, 1, 1. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സീക്വൻസ് ആണ് ഇത്. സോ ദേ ആർ ആസ്കിങ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടേം. എടാ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. നെക്സ്റ്റ് ടേം എന്ന് ചോദിക്കുമ്പം അടുത്തത് ഏത് ടേം ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്ന് നോക്കണേ. നെക്സ്റ്റ് ടേം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ വാട്ട് ഷുഡ് ബി ദ നെക്സ്റ്റ് നമ്പർ? ഓക്കെ, അപ്പൊ ഒന്ന് നോക്കിക്കേ. നമ്മളിപ്പം കുറച്ചു നേരം മുന്നേ ഡിസ്കസ് ചെയ്ത ഒരു സീക്വൻസ് ആണ് ഇത്. എനിക്കറിയാം. സബർ കറോ, ഞാൻ ചാറ്റ് ചോദിക്കാം. ബോക്സിൽ ഇടല്ലേ? സ്റ്റാർട്ട് ബോക്സിൽ ഇട്ടാൽ മതി ആൻസേഴ്സ്. ആരും അൺമ്യൂട്ട് ചെയ്ത ആൻസേഴ്സ് പറയരുത്. എല്ലാരും ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, യെസ്, കുറെ പേര് കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. പ്രണവ് ഒന്നും കൂടി നോക്കിക്കേടാ, ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിക്കേ. കറക്റ്റാ. ഫയോന, ഞങ്ങൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എത്തിയിട്ടില്ലടാ. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ ചെയ്യുന്നത്. ഓക്കെ, കൗണ്ടിങ് നമ്പേഴ്സ് അല്ലല്ലോ, കൗണ്ടിങ് നമ്പേഴ്സ് അല്ല. വേണ്ട, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ലടാ. നോ ഇഷ്യൂസ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ്, ഞാൻ ചോദിക്കുന്ന ആൾ ആൻസർ പറയാം, എന്നിട്ട് നമുക്ക് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോ ആരുടെ അടുത്താ ചോദിക്കാത്തേ? ഐറിൻ ഓഡിബിൾ ആണോ? ഐറിൻ കേൾക്കുന്നുണ്ടോടാ? ഫസ്റ്റ് വേണ്ട, വെയിറ്റ് കറോ. ഐറിൻ പറഞ്ഞോടാ, ഫസ്റ്റിന്റെ ഏതായിരുന്നു? ഫസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ ആൻസർ എന്താ? ഫസ്റ്റ് വണ്ണോ? ആടാ, ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ടേം ഇൻ ദ സീക്വൻസ് 8. വെരി ഗുഡ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 8. എങ്ങനെ 8 വന്നു? ഇത് ഏത് സീരീസാ? കുറെ പേര് കറക്റ്റ് ആൻസർ എനിക്ക് ചാറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് സീരീസ് ആടാ അത്? എക്സാക്ട്ലി, പേര് പറയണേ. വിരഹങ്ക നമ്പേഴ്സ് എന്നാണ് പേര്. ഓക്കെ, സോ നമ്മൾ നോക്കുന്ന സമയത്ത് എക്സാക്ട്ലി നമുക്കറിയാം. ദിസ് ഇസ് നമ്മൾ ഇന്ന് നോക്കിയ വിരഹങ്ക നമ്പേഴ്സ്. ഇതാണ് നമ്മുടെ സീക്വൻസ് വരുന്നത്. വിരഹങ്ക നമ്പേഴ്സിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? തൊട്ട് പിന്നി കിടക്കുന്ന നമ്പറിനെ നമ്മൾ ആഡ് ചെയ്യും, റൈറ്റ്? സോ 5 + 3 is 8. So 8 is my next number. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. അവർ ചോദിക്കുന്നത് മിസ്സിംഗ് ടേം എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിൽ എവിടെയോ ഒരു ടേം അവർ മിസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ.
ആൻസേഴ്സ് നെക്സ്റ്റ് നമ്പർ അല്ലേ? കുറെ പേര് നെക്സ്റ്റ് നമ്പർ ആൻസർ ആയിട്ട് പറയുന്നുണ്ട്. എടാ മിസ്സിംഗ് നമ്പറാ ചോദിക്കുന്നത്. അതായത് ഇതിന്റെ എവിടേക്കോ നടുക്കൊരു നമ്പർ മാം ഞാൻ മിസ് കമന്റ് ആയിട്ടുണ്ട്. ബോക്സിൽ ഇടാനോ? കമന്റ് ബോക്സിലിട്ടോ. ഓക്കെ, ഇതിൽ എവിടെയോ ഒരു നമ്പർ മിസ്സിംഗ് ആണ്. സോ മേക്ക് ഷുവർ ആ നമ്പർ മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്യാം. ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. correct ആണ്. മാം എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഓക്കെ ഡൺ. മാം എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ആണോ? നിഹാലിന്റെ അടുത്ത് ഞാൻ ചോദിച്ചില്ല. പറഞ്ഞു. മാം എന്നോടും ചോദിച്ചിട്ടില്ല. അതെനിക്ക് അറിയാം. എന്നോടും ചോദിച്ചിട്ടില്ല. ശരി, ഇപ്പൊ എല്ലാരും സമരമാവും ഇപ്പൊ കാര്യം. നിഹാൽ പറഞ്ഞോടാ. 100. അലങ്കൃത ഒരു മിനിറ്റ്. കറക്റ്റാ തോന്നുന്നു. എല്ലാവരുടെയും ആൻസേഴ്സ് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റാ. 100. സഞ്ജയ് ഇടയ്ക്ക് കേറി പറയല്ലേ. ഡോണ്ട് ഡു ദാറ്റ്. സോറി മാം. ഓക്കെ. 100. 100 കറക്റ്റ്. ഗുഡ്. സോ കറക്റ്റ് ആൻസർ ഇസ് 100. എങ്ങനെയാ 100? എടാ ഇതാ ഞാൻ പറഞ്ഞേ, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വായിക്കാം. നെക്സ്റ്റ് ടേം അല്ല അവര് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന, മിസ്സിംഗ് ടേം. അപ്പം ഈ സീക്വൻസ് ഒന്ന് നേരെ ചൊവ്വേ നോക്കുക. മാം ഇത് പവേഴ്സ്. പവേഴ്സ്. ഓക്കെ. സോ നിങ്ങൾ നോക്കുന്ന സമയത്ത് ബേസിക്കലി നല്ലപോലെ നോക്കുക എവിടെയാണ് സീറോസ് വരുന്നത്. ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ആദ്യം 0 ഇല്ല, then 1, then 2 zeros ഷുഡ് ബി there. അത് മിസ്സിംഗ് ആ, റൈറ്റ്? 3 zeros 4 zeros. അപ്പൊ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ നോക്കേണ്ടത്. നെക്സ്റ്റ് ടേം അല്ല. എപ്പോഴും നിങ്ങളുടെ അടുത്ത് നെക്സ്റ്റ് ടേം ചോദിക്കണം എന്നില്ല. ഓക്കെ. സോ അത് എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നോക്കി ചെയ്യാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, ദ മിസ്സിംഗ് ടേം ഇൻ ദ സീക്വൻസ് 3, 6, 9. പിന്നെ ഒരു മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു മിസ്സിംഗ് ഉണ്ട്. ദെൻ 15, ദെൻ ഡാഷ്. ആൻസേഴ്സ് ഇൻ ദ ചാറ്റ് ബോക്സ്. നിഹാൽ കൃഷ്ണ കറക്റ്റാ? ഗുഡ്. ഒരു നമ്പറിന്റെ ടേബിള്. ജൊനാലിൻ കറക്റ്റ്. ഗുഡ്. നന്ദകിഷോർ ഗുഡ്. ഫയോന കറക്റ്റ്. ഗുഡ്. സഞ്ജയ് കറക്റ്റാ? ലോഹിത് കറക്റ്റാടാ? അമയ ഗുഡ്. കറക്റ്റാ? ഓക്കെ, ഞാൻ ചോദിക്കുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്ത് ആൻസർ പറയാം. ഓക്കെ. ധ്വനി കേൾക്കുന്നുണ്ടോ? ധ്വനി പറഞ്ഞോടാ. വിച്ച് ഷുഡ് ബി ദ നെക്സ്റ്റ്? 9 കഴിഞ്ഞിട്ട് ഏത് നമ്പർ ആയിരിക്കും വരിക? മാം എഴുതി കഴിഞ്ഞിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറയട്ടെ. ആദിശങ്കർ, നീ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒട്ടും ചോദിക്കത്തില്ലേ. 7. താങ്ക്സ്. 7. താങ്ക്സ്. ഓക്കെ. മെൽക്കോ. ഓക്കെ, അടുത്തത് ആരായിരുന്നു? ധ്വനി ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ. ആദിനാഥ് കേൾക്കുന്നുണ്ടോടാ? യെസ് മാം. വിച്ച് നമ്പർ ഷുഡ് കം നെക്സ്റ്റ്? 9 കഴിഞ്ഞിട്ട് ഏത് നമ്പറാ വരണ്ടേ? 12. 12. എക്സാക്ട്ലി കറക്റ്റ്. ഗുഡ്. ഇനി 12 കഴിഞ്ഞിട്ട് 15 ഇസ് there. Then after 15 ഏത് നമ്പറാ വരണ്ടേ? 18. 18. കറക്റ്റ്. ഗുഡ്. ഇത് ബേസിക്കലി നമ്മുടെ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ? ഓക്കെ. ഇനി 4th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും, കാരണം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആൻസർ പറയാം. ഒന്ന് മ്യൂട്ട് ചെയ്യോ? ആരോ അൺമ്യൂട്ടഡ് ആണല്ലോ, ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യോ? മാം ഇതിന്റെ ആൻസർ എനിക്കറിയാം. അമ്മയെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻസർ അറിയുന്നത് കറക്റ്റ്, ചിലർക്ക് അറിയണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പൊ പറയാം. എടാ ഒന്ന് ശ്രദ്ധിച്ചേ. പെൻസ് ഡൗൺ. നിഹാൽ കൃഷ്ണ കറക്റ്റ് ആടാ? പെൻസ് ഡൗൺ. ഏതാടാ? You are writing 4th question. ആടാ 4th ക്വസ്റ്റ്യൻ. കറക്റ്റ്. ഓക്കെ, മാം 4th ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട് കറക്റ്റാ നോക്കി. കറക്റ്റ് ആടാ? ഓക്കെ, ഇന്ന് ശ്രദ്ധിക്കുക എല്ലാരും. ഓക്കെ. അല്ല, ഋത്വിക് കെസിയ ചെറിയൊരു ചേഞ്ച് ഉണ്ടടാ. സോ ബേസിക്കലി വെൻ വി ടോക്ക് അബൌട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന a dash polygon is a shape with all sides and angles equal. സോ ബേസിക്കലി നമ്മുടെ പോളിഗൺ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹെക്സഗനും ഈക്വൽ സൈഡ്സ് ആയിക്കൂടെ? എല്ലാം 6 സൈഡ്സ് ഈക്വൽ ആയിട്ട് വരയ്ക്കാം. ട്രയാങ്കിളിന് എനിക്ക് എല്ലാം സൈഡ്സ് ഈക്വൽ ആയിട്ട് വരച്ചൂടെ? കറക്റ്റ്. സോ ഇങ്ങനെ എല്ലാം സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയി വരുന്ന എല്ലാ ഷേപ്സിനെ നമ്മൾ എന്ത് പറയും? റെഗുലർ പോളിഗൺ എന്നാണ് പറയുന്നത്.
ഗോട്ട് ഇറ്റ്? അതായത് ഇഫ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാണ്, ഓക്കെ, അമയ ഒരു എന്താ ഈക്വൽ സൈഡ്സ്, പേടിക്കണ്ട ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേ. ഓക്കെ, ഞാൻ ഇപ്പൊ പറയാണ് അമയ ഒരു ഈക്വൽ സൈഡ്സ് ആയിട്ടുള്ള ഒരു ഹെക്സഗൺ വരയ്ക്കണം എന്ന്. അപ്പൊ ഞാൻ എങ്ങനെയാ പറയുന്നതെന്ന് വെച്ചാൽ ഡ്രോ എ റെഗുലർ ഹെക്സഗൺ. അതായത് നിങ്ങൾ ഏത് ഷേപ്പ് ആണോ വരയ്ക്കുന്നത് ഈ പോളിഗന്റെ സ്ഥലത്ത്, ഇപ്പൊ ഒരു ഹെക്സഗൺ ആണെങ്കിൽ ഹെക്സഗൺ, അപ്പം റെഗുലർ ഹെക്സഗൺ വിത്ത് സൈഡ് 6 സെന്റിമീറ്റർ. ക്ലിയർ ആയോ? ഏതൊക്കെയാണോ, ഇപ്പൊ നിങ്ങൾ കുറച്ചു പേര് സ്ക്വയർ പറഞ്ഞിട്ടുണ്ട്, സ്ക്വയർ കറക്റ്റാ, പക്ഷെ അവര് ഇൻ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, പോളിഗൺ എന്നാ ചോദിച്ചത്. അല്ലാതെ അതായത് നിങ്ങൾ ഇപ്പം സ്ക്വയറും ഇതൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യോ, ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ആ, ഓക്കെ ഓക്കെ, സ്ക്വയറും ഇതിന്റെയും ബേസിസിൽ നിങ്ങൾ നോക്കുമ്പം കറക്റ്റാ, പക്ഷെ അവർ ചോദിച്ചത് എന്താ, പോളിഗൺ. ഈ പോളിഗൺ എന്ന് പറഞ്ഞാൽ അതില് സൈഡ് ഫിക്സ്ഡ് അല്ല. നമ്മുടെ സ്ക്വയറിൽ എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ് അല്ലേ ഉള്ളൂ. ഇവിടെ അതാണോ ചോദിച്ചേ? അല്ല, അവരവിടെ പോളിഗന് എത്ര നമ്പർ ഓഫ് സൈഡ്സ് വേണമെങ്കിലും അക്സെപ്റ്റബിൾ. അതായത് 3 സൈഡ്സ് ആവാം, 4 സൈഡ്സ് ആവാം, 5 സൈഡ്സ് ആവാം, അങ്ങനെ 4 എണ്ണേ പാടുള്ളൂ എന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെൻ വി ഹാവ് ഓൾ ദ സൈഡ്സ് ഈക്വൽ ആൻഡ് ആംഗിൾസ് ആർ ഓൾസോ ഞാൻ ഈക്വൽ. പറഞ്ഞോട്ടെ? ഞാൻ ഇനി ചോദിക്കൂല, ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ചോദിക്കൂല. സോറി. ഓക്കെ, സോ ഇങ്ങനെ വരുമ്പം നമ്മൾ എന്തായാലും റെഗുലർ പോളിഗൺ എന്നാണ് അതിന് പറയാം. ഓക്കെ, ആ വേർഡ് ഓർത്ത് വെക്കുക, റെഗുലർ പോളിഗൺ വെൻ യു ആർ ഹാവിംഗ് ഓൾ സൈഡ്സ് ആൻഡ് ഷേപ്പ് ആംഗിൾസ് ഈക്വൽ. ഇതൊന്നും എല്ലാവരും അറിയാത്തവരൊന്ന് നോട്ട് ചെയ്തെടുക്കണേ. ദോസ് ഹു ഡോണ്ട് നോ അബൌട്ട് ദ റെഗുലർ പോളിഗൺസ്, പ്ലീസ് മേക്ക് ഷുവർ ടു റൈറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, ഡൺ ആണോ? ഓക്കെ ഓക്കെ ആണോ? Okay, now let's discuss the fifth question. Fifth questionൽ അവർ ചോദിക്കുന്നത് the squares 1, 4, 9, 16 represent the dash of the numbers. എന്താ ഈ നമ്പേഴ്സ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ ഈ 1, 4, 9 സെയിം ആൻസർ ഉണ്ട്, ആ ക്വസ്റ്റനിൽ തന്നെ ആൻസർ ഉണ്ട്. അലങ്കൃത എന്തായിരുന്നോടാ ഈ 1, 4, 9, 16 എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? സ്ക്വയർ നമ്പേഴ്സ്. എക്സാക്ട്ലി കറക്റ്റ്. അതായത് സ്ക്വയർ ഓഫ് നമ്പേഴ്സ് ആണ് അല്ലെ, അതായത് സ്ക്വയർ ഓഫ് 2. ഞാൻ പറഞ്ഞു ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത് ഒന്ന് ശ്രദ്ധിക്കണേ, ഇത് കൺഫ്യൂഷൻ ആവുന്ന കേസ്, ചിലർക്ക് കൺഫ്യൂഷൻ ആവും. അതായത് നിങ്ങളുടെ അടുത്ത് പറയാണ് വാട്ട് ഇസ് സ്ക്വയർ ഓഫ് 6, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 6 into 6, ദാറ്റ് ഇസ് ദ വേ ഓഫ് ഡൂയിങ് ഇറ്റ്, റൈറ്റ്? ഇതിനെ നമ്മൾ 6 സ്ക്വയറിന് ഇങ്ങനെയും മെൻഷൻ ചെയ്യും. ഗോട്ട് ദി ഐഡിയ? പോയിന്റ് ക്ലിയർ ആണോ? ഗുഡ്, വെരി ഗുഡ്. ഇനി 7th ക്വസ്റ്റ്യൻ. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങൾ പേടിക്കേണ്ട, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ചെയ്യാൻ. ഓക്കെ, 6th ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 6th ക്വസ്റ്റ്യൻ ഇസ് ആസ്കിംഗ് ദ പാറ്റേൺ 1, 3, 5, 7, 9 ഇസ് എ സീക്വൻസ് ഓഫ്, വെരി സിമ്പിൾ, ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു സീക്വൻസ് അല്ലെ. എന്തായിരുന്നു? ആൻസേഴ്സ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഗുഡ്. ആദിനാഥ്, ജൊനാലൻ, യെസ്. ധ്വനി ഒന്നും കൂടി നോക്കിക്കേടാ. 6th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 6th ക്വസ്റ്റ്യൻ. ഞാനത് എന്റെ മുമ്പത്തെ ഫിഫ്ത്ത് എനിക്ക് തോന്നി അതാ ഞാൻ പറഞ്ഞു. എങ്ങനെയുണ്ട്? കറക്റ്റാ. ഇല്ലടാ, ഇന്ന് ഡെയിലി എക്സാം ഇല്ല. കറക്റ്റാ. ആദിശങ്കർ, എടാ ക്വസ്റ്റ്യൻ വായിച്ചേടാ. ദ പാറ്റേൺ ഇസ് എ സീക്വൻസ് ഓഫ്, ഏതാ സീക്വൻസ് എന്നാ ചോദിക്കുന്നത്, നെക്സ്റ്റ് ടേം അല്ലടാ. നീ പറഞ്ഞ നെക്സ്റ്റ് ടേം കറക്റ്റാ, പക്ഷെ സീക്വൻസിന്റെ പേരെന്തായിരുന്നു വിളിച്ചോണ്ടിരുന്നത്, അതാ അവര് ചോദിക്കുന്നത്. ഓക്കെ, അഗൈൻ സെയിം തിങ്. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ആള് മാത്രം ആൻസർ പറയാം. പാർത്ഥിവ് പറഞ്ഞോടാ. എന്നോട് ഇനിയിപ്പോ ഞാൻ എന്തായാലും ചോദിക്കൂല. മാം, പറഞ്ഞോ പാർത്ഥിവ്. താങ്ക്സ്. ഞാൻ 2 ആഡ് ചെയ്യാ. 2 ആഡ് ചെയ്യുക. ഏത് നമ്പേഴ്സ് ആടാ? 1, 3, 5, 7, 9. ഈ നമ്പേഴ്സിനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മാം എന്റെ കറക്റ്റ് ആണോ? ആടാ, നോക്കാവേ, ഒരു മിനിറ്റ്. പാർത്ഥിവ് ഓർക്കുന്നുണ്ടോ? എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ഈ നമ്പേഴ്സിനെ? ഓക്കെ, ഞാനൊരു ക്ലൂ തരാം. ഈവൻ നമ്പേഴ്സ് അറിയോ? അറിയാം. അതിന്റെ ഓപ്പോസിറ്റ് ഒരു നമ്പറും കൂടി ഇല്ലേ? ഈവൻ ആൻഡ് ഒരു സംഭവം കൂടി നമ്മൾ പറയില്ല, അതാണോ ഈ നമ്പേഴ്സ്? ഓഡ് നമ്പേഴ്സ്. ഓക്കെ,
ഓഡ് നമ്പേഴ്സ്. ഓക്കെ, എക്സാക്ട്ലി. സോ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്തൊക്കെയാ 1, 3, 5, 7, 9 +2 എന്നുള്ള കോൺസെപ്റ്റ് ശരിയാടാ, നീ പറഞ്ഞത് കറക്റ്റാ, നോ ഇഷ്യൂസ്. പക്ഷെ അവര് പേരാ ചോദിക്കുന്നത്. അപ്പൊ പേര് ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ നമ്പേഴ്സ് എല്ലാം എന്താ, ഓഡ് നമ്പേഴ്സാ. ഓക്കെ, നിങ്ങൾക്ക് പലർക്കും അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കുക, അവര് നിങ്ങളുടെ അടുത്ത് നെക്സ്റ്റ് ടേം ആണോ ചോദിക്കുന്നത് അതോ ആ സീക്വൻസിന്റെ പേരാണോ ചോദിക്കുന്നത്, അതൊന്നും നിങ്ങൾ നോക്കുക. ഓക്കെ, വായിക്കാതെ ആൻസറിലേക്ക് ചാടിക്കയറരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, മാച്ച് ദ കോളം എ വിത്ത് കോളം ബി. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമുക്ക് ഡീൽ ചെയ്യാം. ഫസ്റ്റ് വൺ അവർ തന്നിരിക്കുന്നത് 1, 3, 9, 27, 81. ഇത് ഏതായിരിക്കും? ട്രയാങ്കുലർ നമ്പേഴ്സ് ആണോ, ഓഡ് നമ്പേഴ്സ് ആണോ, പവേഴ്സ് ഓഫ് 3 ആണോ, വിരഹങ്ക നമ്പേഴ്സ് ആണോ? ഒന്ന് നോക്കിക്കേ, വിച്ച് ഓപ്ഷൻ യു ഗോ ഫോർ? ഓക്കെ, ഓക്കെ പ്രണവ്. മാം കറക്റ്റ് ആണ്. കുറച്ച് പേര് ഓഡ് നമ്പേഴ്സ് പറഞ്ഞവർ ഒന്നും കൂടി റീചെക്ക് ചെയ്യോ, കാരണം നമ്മുടെ അടുത്ത് താഴെ പിന്നെയും ഓഡ് നമ്പേഴ്സ് വരുന്നുണ്ടടാ. ഈ ഫോർത്ത് കണ്ടോ, ഫോർത്ത് പിന്നെ നമ്മൾ ഏത് വെച്ച് മാച്ച് ചെയ്യുന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. നന്ദകിഷോർ കറക്റ്റ് ആടാ. നന്ദകിഷോർ ഏതായിരുന്നു ഓപ്ഷൻ പറഞ്ഞോടാ? 1, 3, 9, 27, 81 ഏത് ഓപ്ഷൻ ആയിട്ടാ മാച്ച് ചെയ്യുന്നത്? ത്രീ, കറക്റ്റ്. ഓക്കെ, സോ എന്താ ഇത് വരുന്നത്? പവേഴ്സ് ഓഫ് 3യിലാണ് ഈ കേസ് വരുന്നത്, റൈറ്റ്? പവേഴ്സ് ഓഫ് 3 ചെയ്യുന്ന സമയത്താണ് നമുക്ക് കിട്ടുന്നത്. പവേഴ്സ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുന്നുണ്ടോ, ഈ പവേഴ്സ് എന്ന് പറഞ്ഞാൽ മേലെ ഒരു നമ്പറും കൂടിയും വരും. അതായത് 3, 1, 3, 2, 3, 3. ഇതിന്റെ മീനിങ് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? ഈ മേലെ ഇരിക്കുന്ന നമ്പർ എത്ര തവണയാണോ ആ നമ്പർ ആയിട്ട് തന്നെ അതിനെ അതായത് അത്രയും തവണ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ 3 to the power 2 വന്നു. സോ വാട്ട് യു ഷുഡ് ഡു? 3 into 3. സോ നോക്കിക്കേ, ആദ്യം അവര് 1, 3, then 9. 9 is a square of 3, right? അത് കഴിഞ്ഞിട്ട് 27 വന്നു. 27 is the cube of 3. So basically that is power of 3. Good, Nandakishore. നെക്സ്റ്റിലേക്ക് പോവാവേ. നെക്സ്റ്റ് നമ്പർ നോക്കിക്കേ, 1, 2, 3, 5, 8, 13. മാം അത് ചാറ്റ് ബോക്സിൽ ഇടാനോ? ചാറ്റ് ബോക്സിൽ ഇടണം. ആൻസർ ചാറ്റ് ബോക്സിൽ പറ. ഓക്കെ, ഓക്കെ, കറക്റ്റാ. കുറെ പേര് കറക്റ്റ് ആൻസേഴ്സ് പറയുന്നുണ്ടല്ലോ. കറക്റ്റ്. ഓക്കെ, ഋത്വിക് കേൾക്കുന്നുണ്ടോ? പറഞ്ഞോടാ, വിച്ച് ഓപ്ഷൻ? ഓക്കെ, ഋത്വിക് ഇല്ല. ഋത്വിക് യെസ് മാം. ആണോ? പറഞ്ഞോ, വിച്ച് ഓപ്ഷൻ യു ഗോ ഫോർ ഈ ക്വസ്റ്റനില്? മാം വിരാഹാൻ. ഓക്കെ, വിരഹങ്ക. ഓക്കെ, ഡൺ. ഇനി നെക്സ്റ്റ് ഞാൻ ചോദിച്ചു നോക്കട്ടെ. അയ്യോ, എന്നോട് ചോദിക്കേ. ലോഹിത്, ലോഹിത് ഏത് ഓപ്ഷൻ ആടാ? Virananka numbers. Virahanka numbers, exactly. So when we look for these numbers, നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ദിസ് ഇസ് Virahanka numbers. Correct. Good. ഇനി നെക്സ്റ്റ് നമ്പേഴ്സ് നോക്കിക്കേ. 1, 3, 6, 10, 15, 21. അത് ഏത് നമ്പേഴ്സാ? ഐ വോണ്ട് ദി ആൻസർ ഫ്രോം, ഞാൻ പറയാം, നാളെ മാത്രം പറയാം. മാം ഞാൻ ഇട്ടേ. ആടാ, ഓക്കെ, ഡൺ. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. എന്റെ കറക്റ്റ് ആണോ? കറക്റ്റ് ആടാ, കറക്റ്റാ. കുറെ പേര് കറക്റ്റ് ആൻസേഴ്സാ പറയുന്നത്. ധ്വനി പറയോ? നേരത്തെ ധ്വനി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ധ്വനി കിട്ടിയോ? ആൻസർ കിട്ടിയായിരുന്നോ ഇതിന്റെ? പറഞ്ഞോടാ. തേർഡ് വൺ അല്ലേ? തേർഡ് വൺ, ട്രയാങ്കുലർ നമ്പേഴ്സ്. ട്രയാങ്കുലർ നമ്പേഴ്സ്, എക്സാക്ട്ലി, റൈറ്റ്? ട്രയാങ്കുലർ നമ്പേഴ്സ് ആണ് കറക്റ്റ് വൺ. 1, 3, 6, 10. ഇനി ലാസ്റ്റ് നമ്മുടെ അടുത്ത് ആകെ ഒന്നേ ഉള്ളൂ, റൈറ്റ്? 1, 3, 5, 7, 9, 11, 13. കറക്റ്റ്. അതെന്തായിരിക്കും? സഞ്ജയ് പറഞ്ഞോ. ലാസ്റ്റ് ഏതാ? ഫോർത്ത് വൺ ഏതാ നമ്പർ? എ. ശരി എടാ, ഫോർത്ത് വൺ. ഫോർത്തോ? ബി. ബി. ഓക്കെ, ജോയാന ബി അല്ലേ? ഒബ്ജെക്ഷൻസ് ഉണ്ടോ? ബി ഓപ്ഷൻ അല്ലേടാ? ഓക്കെ,
ഡൺ. സോ ബി ഓപ്ഷൻ കറക്റ്റ്. മാച്ച് ചെയ്തല്ലോ, മനസ്സിലായല്ലോ? കൺഫ്യൂഷൻസ് ഉണ്ടോ? ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല, നമുക്ക് ആൽഫബറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആൽഫബറ്റ്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ആൽഫബറ്റ്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോടാ ഡേ 1 നിങ്ങൾ ചെയ്ത സമയത്ത്? ഡേ 1 വർക്ക്ഔട്ടിൽ ആൽഫബറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? മാം No, ma'am. ഇസഡ് Ma'am, എക്സ് മറ്റേ നമ്പർ വന്നിട്ട് ആ, അങ്ങനെ ബാക്കി തന്നെ വരുന്നതാണോ? ചെയ്തിണ്ടായിരുന്നോ? അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ? ഒന്നും കൂടി നമുക്ക് നോക്കാം. ma'am, game കളിപ്പിക്കോ? ആ, നോക്കാം, ആലോചിക്കാം. വെയിറ്റ്. ഞങ്ങള് കറക്റ്റ് ആൻസർ പറഞ്ഞു. ആ, ഇന്ന് നിങ്ങൾ നല്ല പിള്ളേർ, എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് പറയുന്നുണ്ട്. ഗുഡ്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐഡന്റിഫൈ ദി പാറ്റേൺ. ഓക്കെ, സോ അവർ തന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 7, 14, 23, 34. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ടേബിൾ ഒന്നും അല്ല, അതുകൊണ്ടാണ് ഞാൻ ടേബിളിന്റെ ക്ലൂ ഒന്നും തരാത്തെ. ശ്രദ്ധിച്ചു നോക്കുക, ആഡ് ചെയ്ത് നോക്കുക. എന്ത് ആഡ് ചെയ്യുമ്പം ആരുഷ ഇത് ഗെയിം അല്ലടാ, ഇത് ക്വസ്റ്റ്യനാ. നീ ഗെയിം ആയിട്ട് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ Ma'am, ഇട്ടിട്ടുണ്ട്. ഓക്കെ നോക്കാവേ. മാം ചാറ്റിൽ ഇടാനോ? ആ, ചാറ്റ് ബോക്സിൽ പറഞ്ഞോ. ഓക്കെ, Ma'am, ഇത് കഴിഞ്ഞിട്ട് ഇടണോ? രണ്ടെണ്ണം ഇടണോ? വേണ്ട, ജസ്റ്റ് 34 കഴിഞ്ഞിട്ടുള്ള നമ്പർ നിങ്ങൾ പറഞ്ഞാൽ മതി. 34 അല്ലെങ്കിൽ 2 ഇട്ടോ, കുഴപ്പമില്ല. കിട്ടുന്നവര് 2 ഇട്ടോ, നോ ഇഷ്യൂസ്. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഡൺ ആണോ? കുറെ പേര് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്ത ആൻസർ പറയാം. ഓക്കെ ഡൺ. ഓക്കെ, അനൗഷ്ക കേൾക്കുന്നുണ്ടോടാ? അനൗഷ്ക ചെയ്ത് നോക്കിയോ? അനൗഷ്ക മാം നിക്കടാ, ഒരു മാം മിനിറ്റ്. എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആണോ? കുഴപ്പമില്ല, നീ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി ആൻസർ കേട്ടോ. ഒന്ന് നോക്കിയാൽ മതിയാ, ക്രോസ് ചെക്ക് ചെയ്താൽ മതി, കുഴപ്പമില്ല. ആൻസർ പറയാൻ നോ 2 ചാൻസ് കിട്ടി. നോക്കിക്കേ, ബാക്കി 20 പിള്ളേർ, അപ്പം ഞാൻ അവരെയും കൂടി കൺസിഡർ ചെയ്യേണ്ട, തെറ്റല്ല അങ്ങനെ ചെയ്യുന്നത് അല്ലേ? നോ പാർഷ്യാലിറ്റി. മാം, ഞാൻ പറഞ്ഞോട്ടെ? ഒരു മിനിറ്റ് ഋത്വിക, ഒരു മിനിറ്റ്. കുറെ പേർക്ക് ചാൻസ്. കീബോർഡിന്റെ കുഴപ്പമാ. ഓക്കെ ഡൺ, നോ ഇഷ്യൂസ്. ഒരു മിനിറ്റ്. ഓക്കെ, ജോയാന കിട്ടിയോടാ? ജോയാന ആൻസർ കിട്ടിയായിരുന്നോ? കൺഫ്യൂഷൻ ആണോ? കിട്ടിയോ? വാട്ട് ഷുഡ് കം ദെൻ? 34 കഴിഞ്ഞിട്ട് ഏത് നമ്പറാ വരാടാ, പറഞ്ഞോ? 47. ഓക്കെ, ഇതാരപ്പോ ആൻസർ പറഞ്ഞേ? ഞാൻ ജോയാനയുടെ അടുത്താണല്ലോ ചോദിച്ചേ, ഇല്ലേ? കുഴപ്പമില്ല, ആദിശങ്കർ ആണോ പറഞ്ഞ? ഓക്കെ, നോ ഇഷ്യൂസ്. ഓക്കെ കുഴപ്പമില്ല. വേറെ ആരുമായിരുന്നു, ഞാൻ നോക്കിയില്ല. കുഴപ്പമില്ല, നോ ഇഷ്യൂസ്. ഓക്കെ, നെക്സ്റ്റ് ആദിനാഥ് ഉണ്ടോ? ആദിനാഥ് പറഞ്ഞോടാ. മാം, എനിക്കിത് ഏതാ പാറ്റേൺ മനസ്സിലായിട്ടില്ല, കുഴപ്പമില്ല, നോ ഇഷ്യൂസ്. ഓക്കെ, ഋത്വിക് 34 കഴിഞ്ഞിട്ട് ഏത് നമ്പറാ വരാ? ഋത്വിക്കും പോയോ? ഋത്വിക്ക് ഓക്കെ, ആദിശങ്കർ ഷോ കുടിച്ചിട്ട് പോയ വെള്ളം കുടിച്ചിട്ട്. ആദിശങ്കർ പറഞ്ഞോടാ. ഞാൻ ഒരു മിനിറ്റ്. ആദിശങ്കർ ഒരു മിനിറ്റ്.
വാഷ്റൂമിൽ പോകാനൊന്നും ചോദിക്കണ്ട, നിങ്ങൾ പോയിക്കോ, കുഴപ്പമില്ല. ഓക്കെ, ജസ്റ്റ് ചാറ്റ് ബോക്സിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ആ ഞാൻ വാട്ടർ ഋത്വിക്, കുടിക്കാനായിരുന്നു പോയത്. ഋത്വിക് പറഞ്ഞോ. ആദിശങ്കർ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കാം, വെയിറ്റ്. ഓക്കെ, ഋത്വിക് പറഞ്ഞോടാ. 34 കഴിഞ്ഞിട്ട് ഏത് നമ്പറാ എഴുതിയത്? മാം 34 കഴിഞ്ഞിട്ട് 37 ആണ്. പക്ഷേ മാം വെയിറ്റ്, കണ്ണട 47 ആണ് വരുന്നത് 47 അല്ലേ? മാം. Okay. കാരണം എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ പറഞ്ഞോ. മാം? കാരണം എന്ന് ചോദിച്ചാ ഇപ്പം ഈ 7 പ്ലസ് 7 14 ആയി. ഓക്കെ, 14 പ്ലസ് 7 പ്ലസ് 2 ചെയ്യും അതിന്റെ കൂടെ. ഓക്കെ, അതായത് പ്ലസ് അപ്പം 9 ചെയ്തപ്പം അല്ലേ? പ്ലസ് 9 പിന്നെ പ്ലസ് 11 പിന്നെ പ്ലസ് 13 ഓക്കെ, പോകും. ഡൺ. ആദിശങ്കർ, അപ്പം ആദിശങ്കറിന് ഏതായിരുന്നു ആൻസർ കിട്ടിയേ? 2 മൾട്ടിപ്ലൈ ചെയ്യല്ലേ 68. Ma'am, we are adding odd numbers. വി ആർ ആഡിങ് ഓഡ് നമ്പേഴ്സ്. ഓക്കെ, ആരാ 2 മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം ആരായിരുന്നു? ആദിശങ്കർ ആണോടാ പറഞ്ഞ? ആ 2 എങ്ങനെയാടാ മൾട്ടിപ്ലൈ ചെയ്യുന്നേ? ഓക്കെ, 7 into 2. ഓക്കെ, 14 into 2 ചെയ്ത് നോക്കിക്കേ. 14 into 2 23 കിട്ടുമോ നമുക്ക്? അല്ലേ? 14 ചെക്ക് ചെയ്ത് നോക്കട്ടെ. 14 into 2 എത്രയാ കിട്ടുന്നേ? 28 അല്ലേ കിട്ടുന്നേ? ഇവിടെ എന്താ കിട്ടീനെ? 23 അല്ലേ? ഷുവർ അലങ്കൃത്ത്, നോ ഇഷ്യൂസ്. ഓക്കെ, ക്ലിക്കായോ? സോ ഇവിടെ ആൻസർ എന്താ വരുന്നത്? നമ്മൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ സംഭവം തന്നെ. +7 ഓഡ് നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുക. +9 +11. സോ അടുത്തത് എന്താ വരണ്ടേ? +13. സോ 34 + 13 നിങ്ങൾ ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 47. Then 47. ഓക്കെടാ, ഡൺ. 47 + 5 ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് ചെയ്യുമ്പോൾ. Yes. ഓക്കെ, സോ ദി ആൻസർ വിൽ ബി ഈക്വൽ ടു 47 and 62. ചിലർക്ക് സെക്കൻഡ് ആൻസർ കിട്ടുമ്പം തെറ്റായിട്ട് കിട്ടുന്നുണ്ട്. 63 കിട്ടിയവരുണ്ട്, 51 കിട്ടിയവരുണ്ട്, 68 ഒക്കെ കിട്ടുന്നവരുണ്ട്. അതൊന്ന് 57 50 അങ്ങനെയല്ല നോക്കിക്കേ. +7 +9 +11 ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്തു പോകുന്നത്. ബി കെയർഫുൾ. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വൺ +7 ചെയ്തു, അത് കഴിഞ്ഞിട്ട് +9, അത് കഴിഞ്ഞിട്ട് +11. സോ നെക്സ്റ്റ് ഷുഡ് ബി +13. സോ നമുക്ക് 47 എന്നുള്ളൊരു ആൻസർ കിട്ടി. ദെൻ നെക്സ്റ്റ് വൺ ഇസ് +15. സോ 47 + 15 നിങ്ങൾ കെയർഫുള്ളി ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദി ആൻസർ 62. കൺഫ്യൂഷൻ ഉണ്ടോ അതിൽ ആർക്കെങ്കിലും? ഐ ഹോപ്പ് എവറിബഡി ഈസ് ഗെറ്റിംഗ് ദ സെയിം ആൻസർ. ഓക്കെ, ഡൺ ആണോ? ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ആൽഫബറ്റ് പാറ്റേൺസിന്റെ കേസ് കാണിച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണേ. Teacher, this is question. Yeah, I'll be writing the question. Wait a minute, okay? Okay, so the question is അവര് ചോദിക്കുന്ന what should come. അതായത് നിങ്ങൾ what's the next term എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂല് നോക്കിയാൽ മതി കേട്ടോ ക്വസ്റ്റ്യൻ എല്ലാം. ഓക്കെ, ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാ ഒരു മിനിറ്റ്, എന്റെ സ്ക്രീൻ ഭയങ്കര സ്ലിപ്പ് ആവുന്നുണ്ട്. ഒരു മിനിറ്റ്. ദെൻ നമുക്ക് കിട്ടുന്നത് D, ദെൻ G. ഇത് D ആട്ടോ. D, G, J. What should come next? Okay. A കഴിഞ്ഞ് D, then G, then J. What should come next? ജുനാലൻ പറഞ്ഞോ. ചാറ്റ് ബോക്സിൽ ഇട്ടാ മതി. ഓക്കെ, ആൻസേഴ്സ് ഇൻ ദ ചാറ്റ് ബോക്സ്. നന്ദകിഷോർ ഒന്നും കൂടി നോക്കിയോ. എല്ലാരും ഓക്കെ, പ്രണവ്, ഓക്കെ, ലോഹിത് ഒന്നും കൂടി ചെക്ക് ചെയ്യാടാ, ഒന്നും കൂടി. ഓക്കെ നന്ദകിഷോർ ഇപ്പൊ സെറ്റായി, ഇപ്പൊ കറക്റ്റ് ആയി. ഓക്കെ, കുറെ പേര് കറക്റ്റ് ആൻസേഴ്സ് പറയുന്നുണ്ട്. അതായത് ജെ കഴിഞ്ഞിട്ടുള്ള ഒരു ആൽഫബറ്റ് മാത്രം മതി കേട്ടോ. കുറെ പേര് 2-3 അയക്കുന്നുണ്ട്. ദാറ്റ്സ് നോട്ട് നീഡഡ്. ജെ കഴിഞ്ഞിട്ടുള്ള നമ്പർ മാത്രം മതി. ഓക്കെ, ഓക്കെ, ഞാൻ ചോദിക്കുന്ന ആള് മാത്രം ആൻസർ പറയാം. ഓക്കെ, വെയിറ്റ് എ മിനിറ്റ്.
കുറെ പേരുടെ ക്യാമറാസ് ഓൺ ആണല്ലോ. പ്ലീസ് മേക്ക് ഷുവർ ദ ക്യാമറ ഇസ് ഓൺ. അമ്മയാ പറഞ്ഞോടാ, അമ്മയാ എങ്ങനെയാ കിട്ടുന്നേ? 2 ആഡ് 2 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എങ്ങനെയല്ല എന്താ ആൻസർ കിട്ടുന്നേ? M. M. ഓക്കെ, ഡൺ. ഓക്കെ, 2 ആഡ് ചെയ്യണം, റൈറ്റ്? ഓക്കെ, വേറെ ആർക്കെങ്കിലും? Ma'am. ആ, ജോയന പറഞ്ഞോ. Ma'am, L. L ആണോ കിട്ടുന്നത്? ഓക്കെ, നോ ഇഷ്യൂസ്. വേറെ ആർക്കെങ്കിലും ഡിഫറെന്റ് ആൻസേഴ്സ് ഉണ്ടോ? Ma'am, shall I go to washroom? ഷുവർ ഷുവർ. നിങ്ങൾ വാഷ്റൂമിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ ജസ്റ്റ് എൻ്റെ അടുത്ത് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇൻഫോം ചെയ്താൽ മതിയടാ. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ഇവിടെ നോക്കിക്കേ. എൽ കുറച്ചു പേർക്ക് എൽ കിട്ടുന്നുണ്ട്, ഞാൻ നോക്കിയായിരുന്നു. ഓക്കെ, ഇവിടെ നോക്കിക്കേ. എ ബി സി മിസ് ചെയ്തു നമ്മള്, റൈറ്റ്? എ ബി സി ഡി ഇ എഫ് മിസ് ചെയ്തു, ദെൻ ജി, റൈറ്റ്? ജി എച്ച് ഐ മിസ് ചെയ്തു. സോ നമ്മൾ എത്ര ആൽഫബറ്റ്സ് ഇൻ ബിറ്റ്വീൻ മിസ് ചെയ്യുന്നേ? 2 ആൽഫബറ്റ്സ്, റൈറ്റ്? സോ ജെ കഴിഞ്ഞിട്ട് 2 ആൽഫബറ്റ്സ് യു ഹാവ് ടു മിസ് അഗൈൻ. സോ ജെ കെ എൽ മിസ് ചെയ്തിട്ട് ദി ആൻസർ വിൽ ബി എം. ഗുഡ്. എം കുറെ പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് ദ കറക്റ്റ് വൺ. വെരി ഗുഡ്. ഓക്കെ, ക്ലിയർ ആണോ എങ്ങനെയാ കിട്ടിയെന്നുള്ളത്? കൺഫ്യൂഷൻ ഉണ്ടോ അതില്? ഓക്കെ, ഇനി ഇത് നോക്കിക്കേ. ഡേയ്സ് ഓഫ് ദ വീക്ക് പാറ്റേൺ. സോ ദേ ആർ ആസ്കിംഗ് മൺഡേ, വെഡ്നസ്ഡേ, അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ, നെക്സ്റ്റ് വാട്ട് വിൽ കം. 2 ഡേയ്സ് ആണ് അവർ ചോദിക്കുന്നത്. ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് പറഞ്ഞാൽ മതി. ഓക്കെ, വി ആർ ഹാവിംഗ് മൺഡേ. മാം ക്വസ്റ്റ്യൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Ma'am, നാളെ സ്കൂൾ ഉണ്ട്, ട്യൂഷൻ ഉണ്ടോ? നാളെ ട്യൂഷൻ ഇല്ല, നാളെ സൺഡേ. നാളെ ഇല്ല. ഒരു മിനിറ്റ്, ഞാൻ എന്തോ പറയാൻ വരുമായിരുന്നു. എടാ, അവർ ചോദിക്കുന്ന ഡേയ്സ് ഓഫ് ദ വീക്ക് പാറ്റേൺ, അതായത് ദേ ഹാവ് ഗിവൻ എ പാറ്റേൺ ഓവർ ദ മൺഡേ, അത് കഴിഞ്ഞ് വെഡ്നസ്ഡേ ആൻഡ് ദെൻ ഫ്രൈഡേ. സോ ഒരു പാറ്റേൺ അവർ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ആസ്കിംഗ് വാട്ട് ഷുഡ് കം നെക്സ്റ്റ്. അതായത് ഈ പാറ്റേണിന്റെ അക്കോർഡിംഗ് ഫ്രൈഡേ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഏതായിരിക്കും, ദെൻ ആഫ്റ്റർ എന്തായിരിക്കും, അതാണ് ക്വസ്റ്റ്യൻ. ജോയാന ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു. ഡേന്റെ ഷോർട്ട് ഫോമിൽ എഴുതിനി ലൈക്ക് മൺഡേ. ആ, കുഴപ്പമില്ലടാ, കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി, നോ ഇഷ്യൂസ്. നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാവേ. ജോയാന നേരത്തെ ആൻസർ എം ആയിരുന്നു കേട്ടോ. എടാ, നമ്മൾ 2 ആണ് സ്കിപ്പ് ചെയ്യുന്ന, എൽ എന്നല്ല ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കേ, എ ബി കണ്ടോ, രണ്ട് ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. സോ ജെ കഴിഞ്ഞിട്ട് 2 ആൽഫബറ്റ്സ് സ്കിപ്പ് ചെയ്യും, കെ എൽ. സോ എം വിൽ കം. ഓക്കെ, ഡൺ. ഓക്കെ, ഞാൻ പറയുന്ന ആള് മാത്രം ഒന്ന് ആൻസർ പറയണേ, നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാവേ. ഓക്കെ, ഓക്കെ. അനൗഷ്ക പറഞ്ഞോ. മാം എന്താ? സൺഡേ അനുഷ്ക പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. സൺഡേ ആൻഡ് ട്യൂസ്ഡേ. സൺഡേ ആൻഡ് ട്യൂസ്ഡേ. ഓക്കെ, മാം ഗെയിം കളിക്കണേ. നോക്കാം. ഫയോന പറഞ്ഞോ. ഫയോന കേൾക്കുന്നുണ്ടോ? മാം, ഏതായിരുന്നു? സൺഡേ കഴിഞ്ഞിട്ടാണോ? ആടാ, സൺഡേ കഴിഞ്ഞിട്ടല്ല, ഫ്രൈഡേ കഴിഞ്ഞിട്ട് ഏതാണ് 2 ആൻസേഴ്സ് കിട്ടിയ? ഫയോനയ്ക്ക് ഏതൊക്കെ ആൻസേഴ്സാ കിട്ടിയത് അത് പറഞ്ഞു. സൺഡേ, ട്യൂസ്ഡേ. സൺഡേ, ട്യൂസ്ഡേ. ഓക്കെ, ആരുഷേ പറഞ്ഞോടാ. പറഞ്ഞോ. സൺഡേ കഴിഞ്ഞിട്ടോ? ട്യൂസ്ഡേ. ഏതാ പാറ്റേൺ? എന്താ അപ്പൊ അവര് ഫോളോ ചെയ്യുന്നേ? ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് അപ്പം മൺഡേ കഴിഞ്ഞിട്ട് എന്ത് സ്കിപ്പ് ചെയ്തു? ട്യൂസ്ഡേ. അത് കഴിഞ്ഞിട്ട് വെഡ്നസ്ഡേ വന്നു. വെഡ്നസ്ഡേ കഴിഞ്ഞിട്ട് ഏത് സ്കിപ്പ് ചെയ്തു? തേഴ്സ്ഡേ. ഫ്രൈഡേ. ഓക്കെ, ദെൻ സാറ്റർഡേ മിസ് ചെയ്തു, സൺഡേ, ദെൻ മൺഡേ മിസ് ചെയ്തിട്ട് ട്യൂസ്ഡേ. കറക്റ്റ്. എല്ലാവർക്കും കറക്റ്റ് ആൻസേഴ്സ് ആ കിട്ടിയ. കറക്റ്റ്, ഗുഡ്, നോ ഇഷ്യൂസ്. ഓക്കെ, സോ അതായിരുന്നു ഇവിടെ. ഇനി റിവേഴ്സ് ആൽഫബറ്റ് പാറ്റേൺ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഇസ് ZXVT. ഓക്കെ, ZXVT റിവേഴ്സ് ആൽഫബറ്റ് ആണ്. ഒന്ന് ശ്രദ്ധിക്കുക, ദ ആൽഫബറ്റ്സ് ആർ ഇൻ റിവേഴ്സ് ഓർഡർ. സോ വി ആർ ഹാവിംഗ് ZXVT.
ഏതാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ മാത്രം പറയാം. ഓക്കെ, ജോയന കൺഫ്യൂഷൻ ആയിട്ടാണോ ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നത് അതോ? അല്ല മാം, ആൻസർ കിട്ടിയത്. ആ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ, ചോദിക്കുന്ന ആള് പറയണേ. ഐ ഗെസ് കുറെ പേർക്ക് കിട്ടിക്കാണുന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ചോദിക്കട്ടെ. ഞാൻ നോ. നിഹാൽ കൃഷ്ണ കേൾക്കുന്നുണ്ടോ? നിഹാൽ കൃഷ്ണ പറഞ്ഞോടാ. Yes. എക്സ് വി ടി, ടി കഴിഞ്ഞിട്ട് ഏത് നമ്പറാ കിട്ടുന്നേ? സോറി, ഏത് ആൽഫബറ്റാ കിട്ടുന്നേ? ആർ. ഓക്കെ ഓക്കെ, ഇനി നിഹാൽ 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 കൃഷ്ണടാ. നിഹാൽ കേൾക്കുന്നുണ്ടോ? നിഹാൽ നിഹാൽ ഇപ്പൊ നിഹാൽ കൃഷ്ണ പറഞ്ഞത് ആർ. സോ ആറ് കഴിഞ്ഞിട്ട് ഏതായിരിക്കും? നിഹാലിന് എന്താ കിട്ടുന്ന ആൻസേഴ്സ്? മാം കിട്ടിയോ? കൺഫ്യൂഷൻ ആണോ? ഒന്ന് ചെക്ക് ചെയ്യോ. ഞാൻ പറയാം. എടാ നിക്കടാ സഞ്ജയ്, ഇന്ററപ്റ്റ് ചെയ്യുവല്ലേ. ഇന്ററപ്റ്റ് ചെയ്യല്ല അങ്ങനെ. പി. ഓക്കെ, നോ ഇഷ്യൂസ്, നോക്കാം. ഓക്കെ, ഇന്ററപ്റ്റ് ചെയ്യല്ലടാ അങ്ങനെ. അവര് ചെയ്യുവല്ല അതിന്റെ ഇടയ്ക്ക് അങ്ങനെ പറയുമ്പോ അവർക്ക് അത് ആ ഫ്ലോ പോവില്ലേ. അങ്ങനെ ചെയ്യല്ലോ. സോറി മാം. ഓക്കെ, അങ്ങനെ ചെയ്യരുത്. നീ ആലോചിച്ച് നോക്കിക്കേ, നീ ഇങ്ങനെ ആൻസർ പറയുന്നതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന എന്തായിരിക്കും? ഓക്കെ, അങ്ങനെ Sorry, ചെയ്യല്ലേ, കുഴപ്പമില്ല, നോ ഇഷ്യൂസ്. ജസ്റ്റ് അങ്ങനെ ചെയ്യരുത്. ഓക്കെ ഓക്കെ, സോ ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. കുറെ പേരുടെ കറക്റ്റ് ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ബേസിക്കലി സ്കിപ്പ് ഈച്ച് ലെറ്റർ വൺ, അതായത് ബാക്ക്വേർഡ് ആയിട്ട് ഓരോ ലെറ്റേഴ്സ് സ്കിപ്പ് ചെയ്യുക. റൈറ്റ്, ഇപ്പൊ സെഡ്, വൈ, എക്സ്, ഡബ്ല്യു, വി കഴിഞ്ഞിട്ട് യു അവർ സ്കിപ്പ് ചെയ്തു. ദെൻ ടി, ടി കഴിഞ്ഞിട്ട് വി ആർ സ്കിപ്പിംഗ് എസ്, ആർ. റൈറ്റ്, അപ്പൊ ആൻസേഴ്സ് ഇസ് ആർ ആൻഡ് പി. സ്കിപ്പിംഗ് എന്തൊക്കെയാ? സ്കിപ്പ് ഇടയ്ക്ക് എസ് സ്കിപ്പ് ചെയ്തു, ക്യൂ സ്കിപ്പ് ചെയ്തു. സോ ഇൻ ഫ്രോം ദാറ്റ് വി ആർ ഗെറ്റിംഗ് ആർ ആൻഡ് പി. ഗോട്ട് ദി ഐഡിയ? കൺഫ്യൂഷൻ ഉണ്ടോ? Now can we play game? ഇന്നലത്തെ ഒരു കാര്യം കൂടി എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് എന്നെ ആരും ഓർമ്മിപ്പിച്ചില്ല. ഐ ഡോണ്ട് നോ വൈ. ഒരു മിനിറ്റ്, ഈ ക്വസ്റ്റനും കൂടി കഴിഞ്ഞിട്ട് ഞാൻ അതും കൂടി ഒന്ന് പറയട്ടെ. വെയിറ്റ്. ഓക്കെ ഓക്കെ, കാണുന്നുണ്ടോ? വാട്ട് മന്ത് കംസ് 5 months after September? Ma'am, can I say? എടാ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, Ma'am, അതിന്റെ ഷോർട്ട് നെയിം ഇട്ടാ മതി. ഷോർട്ട് ഫോം ഇട്ടാൽ മതി, കുഴപ്പമില്ല. മാം, ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. കുഴപ്പമില്ലടാ. ഒന്ന് നോക്കിക്കേ, മന്ത്സ് നമ്മള് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഇല്ലേ, അതുപോലെയാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ സെപ്റ്റംബർ കഴിഞ്ഞ് 5 മാസം, സെപ്റ്റംബർ തൊട്ട് 5 മാസം കഴിഞ്ഞ ഏതാന്നാണ്. ആഫ്റ്റർ, മന്ത്സ് ആഫ്റ്റർ. ചാറ്റ് ബോക്സിൽ നോക്കൂ. ചാറ്റ് ബോക്സിൽ ഒന്ന് പറയോ. മാം പറഞ്ഞു. ഓക്കേടാ, ഡൺ. മാം ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടു. കുറെ പേര് കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആൻസർ കുഴപ്പമില്ലടാ, ഫെബ് ആണല്ലോ. ഫെബ് കറക്റ്റ് ആൻസർ. നോക്കിക്കേ, കൗണ്ട് ഫോർവേഡ് ഫ്രോം സെപ്റ്റംബർ. അതായത് ഇത് നോർമലി ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. നിങ്ങൾ എങ്ങനെ ചെയ്യണ്ടേന്ന് വെച്ചാൽ ചിലർക്ക് മാർച്ച് എന്നുള്ള ഒരു ആൻസർ കിട്ടുന്നുണ്ട്. അത് എന്തുകൊണ്ടാ? നിങ്ങൾ 5th മന്തും കൂടി കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞിട്ട് അടുത്ത മന്തിലേക്കല്ലേ പോകുന്നത്. അതുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ വരുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ എന്താ? 5th മന്ത് എന്ന് അവർ ചോദിക്കുന്നത്. കറക്റ്റ്? യെസ് ഓർ നോ? വാട്ട് കംസ് 5 months after? So 5 months after, like we will be moving forward. October കഴിഞ്ഞു, November, December, January, 5th month ഏതാ? It's February, right? So the answer will be February. അതൊന്ന് നോക്കണേ. മാർച്ച് എന്ന് പറഞ്ഞവരുടെ അടുത്ത്, അതായത് മാർച്ച് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ജനറലി എല്ലാവർക്കും വരുന്നതാണ്. ഇറ്റ്സ് ടോട്ടലി ഫൈൻ. പക്ഷെ ബി കെയർഫുൾ, മാർച്ച് ഇസ് നോട്ട് ദ കറക്റ്റ് വൺ. വി വിൽ ബി ഹാവിംഗ് വിച്ച് നമ്പർ? സോറി, വിച്ച് മന്ത്? ഫെബ്. ഓക്കെ ആണോ? ഡൺ ആണോ? ഇനി കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് എന്താ ഇതില്
നമ്മുടെ ഡെയിലി എക്സാമിന്റെ കേസിൽ ഒരു റെക്ടാങ്കുലർ നമ്പർ സീക്വൻസസ് കണ്ടായിരുന്നു അല്ലേ? എന്താ എന്നെ ആരും ഓർമ്മിപ്പിക്കാത്തെ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു തരുമെന്ന്. ഈ ഒരു ക്വസ്റ്റനും കൂടി ട്രൈ ചെയ്തിട്ട് ഞാൻ റെക്ടാങ്കിൾ പറയാം. ഇത് നല്ലൊരു ക്വസ്റ്റനാ, ഇത് ഇമ്പോർട്ടന്റ് കൂടിയാ. ആടാ നിക്കടാ, ഞാൻ ഗെയിം നോക്കട്ടെ. അത് ഞാനൊന്ന് കുഴപ്പമില്ല, സമയമുണ്ട് നമ്മുടെ അടുത്ത്, 46 കുഴപ്പമില്ല, നോ ഇഷ്യൂസ്. 7:50 ഗെയിം. നോക്കാം, ആലോചിക്കാം. അങ്ങനെ പറയുമ്പോ പിന്നെ അത് നടക്കൂല കേട്ടോ. നോക്കിക്കേ, അവര് പറയുന്ന സീക്വൻസ് ആയിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, സീക്വൻസ് ആയിട്ട്. നിഹാൽ കൃഷ്ണ വെരി ഗുഡ്, നന്ദകിഷോർ ഗുഡ്. ഓക്കെ, ഒന്ന് നോക്കിക്കേ. കറക്റ്റ് ആൻസേഴ്സ് പറയുന്നുണ്ട് കുറെ പേര്. ഒന്ന് ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തേ. ഒരു ബലൂൺ പാറ്റേൺ ആണ് പറയുന്നത്. നമ്പർ ഓഫ് ബലൂൺസ് ആയിട്ട് പാർട്ടി ഇൻക്രീസസ് എവറി അവർ. അപ്പൊ നിങ്ങൾ ഇത് സീക്വൻസ് ആയിട്ട് എടുക്കുക. 5 ഉണ്ട്, 10, then you are having 20. So what should come next? ഇത് 5ന്റെ ടേബിൾ ആയിട്ടൊന്നും ആരും എടുക്കരുത്. ഒന്ന് നോക്കുക, പാറ്റേൺ നോക്കുക. എന്റെ കറക്റ്റ് കറക്റ്റ്. കുറെ പേർക്ക് ഇൻകറക്റ്റ് ആൻസേഴ്സ് വരുന്നുണ്ട്. അനൗഷ്ക, ജോയന ഒന്ന് ചെക്ക് ചെയ്യോ. അലങ്കൃത ചെക്ക് ചെയ്യാൻ നോക്കിയോ. പാർത്ഥിവ്, നീരജ, ലോഹിത് ചെക്ക് ചെയ്യടാ. ഒന്നും കൂടി ചെക്ക് ചെയ്യോ. ജനാലൻ ഒന്നും കൂടി ചെക്ക് ചെയ്യോ. ഓക്കെ, ഓക്കെ, ഞാൻ ചോദിക്കുന്ന ആള് മാത്രം ആൻസർ പറയാം. ഓക്കെ, വെയിറ്റ് എ മിനിറ്റ്. ആരുഷ് കേൾക്കുന്നുണ്ടോ? ആരുഷ് കിട്ടിയോ? ആൻസർ കിട്ടിയോ ആരുഷ്? ഓക്കെ, നോ റെസ്പോൺസ്. ഐ ഗസ് ചെയ്തോണ്ടിരിക്കോ. പ്രണവ് കിട്ടിയോടാ? 30. ഓക്കെ, കെസിയ പറഞ്ഞോടാ. വാട്ട് ഷുഡ് കം നെക്സ്റ്റ്? മാം 25. ഓക്കെ, ഓക്കെ. ഈ ആൻസേഴ്സ് കെസിയ എനിക്ക് എന്റെ അടുത്ത് പാറ്റേൺ ഒന്ന് പറയോടാ. ഏത് പാറ്റേണാ യു ഫോളോ? വിച്ച് പാറ്റേൺ? സഞ്ജയ് പറഞ്ഞോടാ. അപ്പം 2 നമ്പേഴ്സ് 2 10 കഴിഞ്ഞിട്ട് വീണ്ടും 5ഉം കൂടെ ആഡ് ചെയ്യാം. 5. അപ്പൊ 5ന്റെ ടേബിൾ ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല മാം, അല്ല. ഓക്കെ, 5ന്റെ ടേബിൾ അല്ല. ഓക്കെ, നോ ഇഷ്യൂസ്. ധ്വനി പറഞ്ഞോ. മാം 40. ഓക്കെ, കോൺട്രഡിക്ടറി ആൻസേഴ്സ് ആണല്ലോ കിട്ടുന്നത്. അപ്പൊ നല്ല രസമുണ്ട് അല്ലേ ക്വസ്റ്റ്യൻ. ഓക്കെ, അമ്മയ പറഞ്ഞോടാ. 35. ഓക്കെ, ഋത്വിക് പറഞ്ഞോടാ. Ma'am, ma'am answer 35. 35. ഓക്കെ, സഞ്ജയ് എത്രയാ കിട്ടിയ? സഞ്ജയ് 40 balloons. 40 ബലൂൺസ്. ഓക്കെ, ആദിനാഥ് എത്രയാടാ കിട്ടിയേ? 40. ഓക്കെ, ഡൺ. ആദിശങ്കർ കിട്ടിയോടാ? ആദിശങ്കർ എത്രയാ കിട്ടിയേ? 40. കറക്റ്റ്. സോ 40 is the correct answer. ഇവിടെ നോക്കിക്കേ എല്ലാരും. ഈ 35 കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 15 അല്ല, 35ഉം 25ഉം പറഞ്ഞ കുറച്ച് പേരുണ്ടായിരുന്നു അല്ലെ? കുഴപ്പമില്ല. 758. ഞാൻ ഒരു കാര്യം പറയുവല്ലേ സഞ്ജയ്, Sorry, ma'am. ഇന്ററപ്റ്റ് ചെയ്യല്ലേ. Sorry, ma'am. ഞാൻ കഴിഞ്ഞിട്ടുണ്ടോ കാര്യം? പറഞ്ഞു തീർത്തോട്ടെ. നീ എന്റെ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ മറന്നുപോകും. ഓക്കെ, Sorry. കുഴപ്പമില്ല. ഇവിടെ നോക്കിക്കേ. അതായത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ നോക്കണ്ടേന്ന് പറഞ്ഞാൽ, ഇത് ഒറ്റ ടൈം നമ്മൾ നോക്കുന്ന ടൈമിൽ 5, 10, 20 കാണുന്ന സമയത്ത്
എന്താ തോന്നുക, ഇത് 5ന്റെ ടേബിൾ ആണെന്ന് തോന്നും, റൈറ്റ്? ഇപ്പൊ ഈ 25 ആൻസേഴ്സ് പറഞ്ഞവരുടെ അടുത്ത് ഐ എം ജസ്റ്റ് ആസ്കിങ് വൺ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇഫ് ഇറ്റ് ഇസ് ഫോളോവിങ് ആ 5 ടേബിൾ, 15 എന്നൊരു നമ്പർ സ്കിപ്ഡ് അല്ലേ? കറക്റ്റ്. സോ ബേസിക്കലി ഇവിടെ ജനറൽ ആയിട്ട് ഒരു കാര്യം നിങ്ങൾ നോക്കിക്കേ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, 35 ആൻസർ ആരാ പറഞ്ഞിട്ടുണ്ടായിരുന്നെ? അമ്മയ 35 ആയിരുന്നോടാ? എന്താ റീസൺ എന്റെ അടുത്തൊന്ന് പറയാവോ? എന്തായിരുന്നു ഞാൻ റീസൺ? പറഞ്ഞു. ഒരു മിനിറ്റ് റീസൺ ഒന്ന് ചോദിച്ചോ. അമ്മയ പറഞ്ഞോടാ, റീസൺ എന്തായിരുന്നു? Because plus 5 plus 5 is 10. Then we have to add 10 to the Okay. 20, and then we have to again add 15. So plus 5, then plus 10, then Okay. plus 15. So we will get at last 35. പ്ലസ് 10 പ്ലസ് 15. ഓക്കെ. പക്ഷെ നോക്കിക്കേ, ആദ്യം വന്നത് പ്ലസ് 5 അല്ലെ? അതേ നമ്പറിനെ കൊണ്ട് നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, ഡൺ അല്ലെ? പ്ലസ് 5 ചെയ്തു, അതായത് സെയിം നേരത്തെ വന്ന സെയിം നമ്പർ ആയിട്ട് നമ്മൾ പ്ലസ് 5 ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് 10ന്റെ കേസിലും അങ്ങനെയല്ല ചെയ്ത, പ്ലസ് 10 ആണ് എന്റെ അടുത്തുള്ള നമ്പർ, ഞാൻ അതായിട്ട് തന്നെയല്ല പ്ലസ് ചെയ്തേ. സോ നെക്സ്റ്റ് ഞാൻ അപ്പൊ 20 ആയിട്ട് തന്നെ ആഡ് ചെയ്യണ്ടേ? അങ്ങനെ 15 ചെയ്യാൻ പറ്റുമോ? ഡബിൾ ആവുമല്ലേ ഇൻ ജനറൽ ആയിട്ട് നമ്മൾ നോക്കുമ്പം? യെസ് ഓർ നോ? 15 എന്നൊരു കേസിൽ നോക്കും, ഡബിൾ അല്ല ആയിക്കൊണ്ടിരിക്കുന്നത്. 5ന്റെ ഡബിൾ, 5 into 2 is 10, 10 into 2 is 20, ഡബിൾ ആയിക്കൊണ്ടിരിക്കല്ലേ? ക്ലിക്ക് ആയോ? കറക്റ്റ്. സോ ദി ആൻസർ വിൽ ബി 40 ബലൂൺസ്. ഓക്കെ, 5ന്റെ ടേബിൾ ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ 5ന്റെ ടേബിളിലേക്ക് നിങ്ങൾ പെട്ടെന്ന് പോവരുത്. ദാറ്റ്സ് അതായത് കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക്, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു റെക്ടാങ്കുലർ നമ്പേഴ്സിന്റെ കേസ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ അത് എനിക്ക് തോന്നുന്നു ഡേ 1 ഞാനും എടുത്തിട്ടില്ല, വർക്ക്ഔട്ട് സെഷനിൽ മിസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അന്ന് എടുക്കാൻ വന്ന മാം എടുത്തിട്ടുണ്ടാവില്ല, റൈറ്റ്? റെക്ടാങ്കുലർ നമ്പേഴ്സ് അന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഇൻ ജനറൽ ആയിട്ട് ഞാൻ ചോദിക്കട്ടെ, ബേസിക് ഒരു ക്വസ്റ്റ്യനാ, സ്ക്വയർ ആൻഡ് റെക്ടാങ്കിൾ ഡിഫറൻസ് എന്താടാ? ഡിഫറൻസ് എന്താ? സ്ക്വയർ നമ്പറിലല്ല, സ്ക്വയർ എന്ന ഷേപ്പിലും റെക്ടാങ്കിൾ എന്ന ഷേപ്പിലും ഡിഫറൻസ് എന്താ? Square all sides are equal, rectangle opposite sides are equal. ഓക്കെ, ഡൺ. അതാരായിരുന്നു പറഞ്ഞ? 4 corners the rectangle have നോ. റെക്ടാങ്കിളിന് 4 കോർണേഴ്സ് ഉണ്ടല്ലോ. ഓക്കെ, നിഹാൽ കൃഷ്ണ അല്ലേ പറഞ്ഞ നേരത്തെ? അല്ലടാ, നിഹാൽ അല്ലേ പറഞ്ഞ? വേറെ ആരായിരുന്നു നേരത്തെ? ഓക്കെടാ, ഡൺ. എനി അതർ ആൻസേഴ്സ്? അനാഷ്ക പറഞ്ഞോ. എനിക്കിത് മനസ്സിലായിട്ടില്ല. കുഴപ്പമില്ല. ഞാൻ അതായത് ഇപ്പൊ ക്വസ്റ്റ്യൻ നോക്കല്ലടാ, ഞാൻ ക്വസ്റ്റ്യൻ അങ്ങോട്ടാ ചോദിച്ചേ. അതായത് സ്ക്വയറും റെക്ടാങ്കിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണ്ട. ഐ എം ജസ്റ്റ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ ടു യു. ഓക്കെ, ലോഹിത് എന്തോ പറയാൻ വരുന്നുണ്ടായിരുന്നു, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോടാ. അത് ട്രയാങ്കിൾ നമ്പർ ആണോ? എടാ, ഡോണ്ട് തിങ്ക് ഫോർ ദ നമ്പർ സീക്വൻസ്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ശ്രദ്ധിക്കോ. നിങ്ങൾ പെൻസ് ഡൗൺ ചെയ്തോ? ഇപ്പൊ തൽക്കാലത്തിന് പെൻസ് ഡൗൺ ചെയ്ത എല്ലാവരും? ഓക്കെ, ഇപ്പൊ ഒന്നും എഴുതണ്ട. ക്വസ്റ്റ്യൻ അല്ല ഞാനിപ്പോ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ നിങ്ങൾ ഡെയിലി എക്സാം ചെയ്ത സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, റെക്ടാങ്കുലർ നമ്പർ. ഓർക്കുന്നുണ്ടോ? 10th ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാവർക്കും കൺഫ്യൂഷൻ എന്തായിരുന്നു? വാട്ട് ഇസ് റെക്ടാങ്കുലർ നമ്പർ, റൈറ്റ്? സോ അതാണ് ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. റെക്ടാങ്കുലർ നമ്പർ എന്താന്ന് നിങ്ങൾ അറിയണ്ടേ? സോ ബേസിക്കലി റെക്ടാങ്കിളിന്റെ കേസിൽ എന്താ വരുന്നത്? ഒരു സൈഡ്, അതായത് ഇങ്ങനെയാണ് നമ്മുടെ റെക്ടാങ്കിൾ വരുന്നത്. വൺ സൈഡ് ഇസ് ദ ലോങ്സ്റ്റ് സൈഡ്, ഒരു ഷോർട്ടസ്റ്റ് സൈഡ് ഉണ്ട്, കറക്റ്റ് അല്ലേ? യെസ്, വി ആർ ഹാവിംഗ് ഇൻ ദിസ് ഫോം. സോ ബേസിക്കലി ഒരു മിനിറ്റ്, ഷോ നിഹാൽ, നോ ഇഷ്യൂസ്. ഓക്കെ, കുടിച്ചിട്ട് വേണം, നോ ഇഷ്യൂസ്. അപ്പൊ ഞാൻ എന്താ പറയണ്ടായിരുന്നേ? അപ്പൊ റെക്ടാങ്കിളിന്റെ കേസിൽ നമുക്കറിയാം, റെക്ടാങ്കുലർ നമ്പേഴ്സ് എന്നുള്ള കേസിൽ വരുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിച്ച്, ഇൻ ജനറൽ ആയിട്ട് റെക്ടാങ്കുലർ നമ്പേഴ്സ് നമ്മൾ എഴുതുന്നത് ഈ ഡിഫറൻസ് വേണം. സ്ക്വയർ നമ്പേഴ്സിൽ നിങ്ങൾ എന്താ ചെയ്തേ? 4 into 4, അതായത് 4നെ അതേ സെയിം നമ്പർ വെച്ചിട്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്. യെസ് ഓർ നോ? കറക്റ്റ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു റെക്ടാങ്കുലർ നമ്പേഴ്സിൽ ഡിഫറെന്റ് നമ്പേഴ്സ് ആയിരിക്കണം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കാരണം എന്താ? ബിക്കോസ് വൺ സൈഡ് ഇസ് ലോങ്സ്റ്റ് ആൻഡ് ദ അതർ വൺ ഇസ് ഷോർട്ടസ്റ്റ്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ 6 എന്നൊരു നമ്പർ എഴുതി.
6ന് എനിക്ക് എങ്ങനെ എഴുതാം? 2 into 3. ആരായിരുന്നു? എന്ത് പറ്റി? ഓക്കെ, സോ 6ന് എനിക്ക് എങ്ങനെ എഴുതാം? 2 into 3. കറക്റ്റ്. 8ന് എനിക്ക് എങ്ങനെ എഴുതാം? 2 into 4, റൈറ്റ്? ഈ രീതിക്ക് എഴുതാൻ പറ്റുമല്ലോ. സോ ഇൻ ജനറൽ ആയിട്ട് നിങ്ങൾ റെക്ടാങ്കുലർ നമ്പേഴ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ നോക്കുന്നതെന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കരുത്, ഡിഫറെന്റ് ആയിരിക്കണം. സോ ഇന്നലത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കിട്ടിയ നമ്പേഴ്സ്, ഒരു മിനിറ്റ് ഞാൻ പറയാവേ. 4, 9, 16 ആൻഡ് ഓൾ ഓഫ് ദി അബവ്. ഇവിടെ നോക്കിക്കേ, 4, 9, 16 ആൻഡ് ഓൾ ഓഫ് ദി അബവ് എന്നായിരുന്നു നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ, റൈറ്റ്? ഈ നമ്പേഴ്സ് എല്ലാം സ്ക്വയർ നമ്പേഴ്സാ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. കറക്റ്റ്? എല്ലാം സ്ക്വയർ നമ്പേഴ്സ് അല്ലേ? ദേ വർ ആസ്കിങ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ സ്ക്വയർ നമ്പേഴ്സ് ആൻഡ് റെക്ടാങ്കുലർ നമ്പേഴ്സ്. അതായിരുന്നു ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ 10th ക്വസ്റ്റ്യൻ? കൺഫ്യൂഷൻ ഉള്ളവര്, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ റെക്ടാങ്കുലർ നമ്പേഴ്സ് പറഞ്ഞുതരാന്ന്, റൈറ്റ്? സോ ഇത് എനിക്ക് എങ്ങനെ എഴുതാം? 2 into 2 എന്നുള്ള ഒരു ഫോമാറ്റിൽ എഴുതാം. 3 into 3, 4 into 4, റൈറ്റ്? ഇപ്പൊ ഞാൻ പറഞ്ഞു റെക്ടാങ്കുലർ നമ്പേഴ്സ് എങ്ങനെയായിരിക്കണം? ഡിഫറെന്റ് നമ്പേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 4ന് എനിക്ക് 4 into 1 കൂടി എഴുതാൻ പറ്റൂലേ? റൈറ്റ്? 9ന് എനിക്ക് 9 into 1 എന്ന് എഴുതിക്കൂടെ? സിമിലർ. ഒന്ന് മ്യൂട്ട് ചെയ്യോ? ആ, കുഴപ്പമില്ല, ഇപ്പൊ കുഴപ്പമില്ല. 16 എങ്ങനെ എഴുതാൻ പറ്റും? 16 into 1 അല്ലെങ്കിൽ 8 into 2, ഈ രീതിക്ക് എനിക്ക് എഴുതാൻ പറ്റൂലേ? റൈറ്റ്? സോ ബേസിക്കലി നിങ്ങൾ റെക്ടാങ്കുലർ നമ്പേഴ്സ് നോക്കുന്ന സമയത്ത് വാട്ട് ഷുഡ് ബി ദ മെയിൻ ഫോക്കസ് ഓൺ? ഫോക്കസ് ഷുഡ് ബി ഓൺ, അതായത് ഡിഫറെന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണം. അതായിരിക്കണം നമ്മുടെ മെയിൻ, അതായത് നോക്കേണ്ടത് അതാ. ഓക്കെ, റെക്ടാങ്കുലർ നമ്പേഴ്സ് സിമ്പിളാ. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ പിക്ചർ ഫോർമാറ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ ആണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ? ഓക്കെ ഓക്കെ. ഇനി ആടാ പറഞ്ഞോ. മിസ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നില്ലായിരുന്നു, ക്വസ്റ്റ്യൻ 13. അപ്പൊ 12 തന്നിട്ടില്ലല്ലോ. 12 ഏതായിരുന്നോടാ? ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? ഒരു ബോളിന്റെ അടുത്തത് ഏതാന്ന് ചോദിച്ചിട്ട്. എടാ അത് വേറെ ക്വസ്റ്റ്യൻ ആയിരുന്നോടാ. അത് ഞാൻ ആ ക്വസ്റ്റ്യൻ അല്ല ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ, അത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല ആരുഷ്, നോ ഇഷ്യൂസ്. ഓക്കെ, ഗെയിം നോക്കിക്കാൻ. ഗെയിം മാത്രം എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം ആർക്കും ഓർമ്മയില്ല, ഗെയിമിന്റെ കാര്യം എല്ലാവർക്കും നല്ല വൃത്തിക്ക്. ഞാൻ ചോദിക്കട്ടെ, എടാ നിക്ക്. മാത്സിന്റെ ക്ലാസ്സിലെടാ ഇൻ ജനറൽ ആയിട്ട് നമുക്ക് ഗെയിം കളിപ്പിക്കല് പോസിബിൾ അല്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കണ്ടേ? ഓക്കെ, അതുകൊണ്ടാ. അതെങ്ങനെയാ? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ എന്താ പറയണ്ടേന്ന്, നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നത് ഡേ 3 ആ, റൈറ്റ്? ഡേ 3 കഴിഞ്ഞിട്ട് നമുക്ക് ഡേ 3 വർക്ക്ഔട്ടിന്റെ അന്ന് നിങ്ങൾക്ക് എക്സാം ഉണ്ട്, റിട്ടൺ എക്സാം. സോ മേക്ക് ഷുവർ നല്ലപോലെ നോക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പം ഇപ്പം ഇതുവരെ നമ്മൾ നോക്കിയ എല്ലാ ടോപ്പിക്സും നിങ്ങൾ ഒന്ന് നോക്കുക. ഓക്കെ, ഡൺ ആണോ? എല്ലാം റിവൈസ് ചെയ്തിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉള്ളത് എൻ്റെ അടുത്ത് ഡേ 3 തന്നെ നിങ്ങൾ വർക്ക്ഔട്ടിന്റെ സമയത്തും ചോദിച്ചോട്ടോ. കൺഫ്യൂഷൻസ് ഉള്ളത് വർക്ക്ഔട്ട് സെഷന്റെ സമയത്താണെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചോണം. ഓക്കെ ഓക്കെ, ചാറ്റ് ബോക്സിൽ പറയാ മിസ് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഓക്കെ, നോ എക്സാം എന്നില്ല. ഡൺ ആണോ? ഓക്കെ, എന്തോ ഫിനിഷ്ഡ്. യെസ്, ക്ലാസ് ഇസ് ഫിനിഷ്ഡ്. ഓക്കെ, ഗെയിം കളിപ്പിക്കാത്തവർക്ക് എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം. എടാ മാത്സിന്റെ ക്ലാസ്സിൽ ടൈം കിട്ടാത്തതുകൊണ്ടാ. ഓക്കെ, നിങ്ങളെ കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഡേ 3 നോക്കാം മാക്സിമം. ഗെയിം എങ്ങനെയാ അതാ ഞാനും ആലോചിക്കുന്നത്, എന്ത് ഗെയിം കളിപ്പിക്കും. എടാ നാളെ ക്ലാസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. സൺഡേ ഓഫ് ആണല്ലോ, റൈറ്റ്? ഓക്കെ, നാളെ ഉണ്ടോ? ഗ്രാമറിന്റെ ഓക്കെ, ഇഷ്യൂസ്. ഓക്കെ, ഡൺ ആണോ? നമുക്ക് ഡേ 3 കാണാവേ. ഓക്കെ, ഡേ 3 കയറുന്നതിന്റെ മുന്നേ എങ്ങനെയാ കളിക്കുക ഗെയിം? ഗെയിം ഞാൻ എന്ത് ഗെയിമാ നിങ്ങളെ കൊണ്ട് കളിപ്പിക്കണ്ടേ? നിങ്ങൾ പറ. എനിക്ക് ഓൺലൈൻ ആയിട്ട് ഞാൻ എങ്ങനെ ഗെയിം കളിപ്പിക്കും എന്നാണ് എന്റെ ഡൗട്ട്. വല്ല ഗെയിമിന്റെ ലിങ്ക് അയച്ചാ? ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? നന്നായി. എന്നാ പിന്നെ തന്നെ കളിച്ചാ പോരെ, ഞാൻ എന്തിനാ ലിങ്ക് അയച്ചിട്ട് കളിപ്പിക്കുന്നേ? അത് ശരി. ഓക്കെ, ഞാൻ കളിപ്പിക്കാം ഡേ 3 പക്ക, ഫോർ ഷോ. ഓക്കെ, പക്ക. ഓക്കെ, എന്തായാലും ഡേ 3 ഞാൻ മറക്കൂല. ഞാൻ നോക്കട്ടെ, ഇന്ന് എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു, ഞാൻ നോക്കിയില്ല, അതുകൊണ്ടാ. ഡേ 3 എന്തായാലും. ഓക്കെ, ഡേ 3 എന്നാന്നുള്ളത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കണം.
നിങ്ങൾ ഓർത്ത് വെച്ച് എന്തായാലും ഗെയിമിന്റെ കാര്യം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് എനിക്കറിയാം, റൈറ്റ്? അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഓക്കെ, ഡണ്ണാണോ? ഓക്കെ, ഓക്കെടാ, ലീവ് ചെയ്തോട്ടോ. താങ്ക് യു ഫോർ ജോയിനിങ്. ബൈ, ഗുഡ് നൈറ്റ്. Thank you, ma'am. ബൈ 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 ബൈ. Bye, ma'am. ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ബൈ മാം. ബൈ ധ്വനി, ഗുഡ് നൈറ്റ്. നൈറ്റ് മാം. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. എന്തേ പോന്നില്ലേ? ഇപ്പൊ ക്ലാസ് കഴിഞ്ഞപ്പോ പോവണ്ടേ?